നമസ്തേ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം അതിമനോഹരമായി ആരംഭിക്കുകയാണ്. നമുക്കറിയാം, മുംബൈ ഭീകര ആക്രമണ കേസ് സൂത്രധാരൻ തഹാവൂർ റാണയെ കഴിഞ്ഞ ദിവസം ഇന്നലെ അർദ്ധരാത്രിയോടെ എത്തിക്കാൻ കഴിഞ്ഞു. കോടതിയിൽ ഹാജരാക്കി. തുടർന്നുള്ള നടപടികളൊക്കെയാണ് എല്ലാവരും ഒരുപക്ഷെ രാവിലെ നേരം വെളുക്കുമ്പോൾ അറിയാൻ ആദ്യം കാത്തിരിക്കുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമായൊരു ദിവസം കൂടിയാണ് ഇന്ന്. നമുക്കറിയാം, ശബരിമലയിൽ ആറാട്ട് നടക്കുന്ന ദിവസമാണ്. ഇന്ന് പൈങ്കുനി ഉത്രമാണ്. അതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് നടക്കുന്ന ദിവസമാണ്. അങ്ങനെ കാഴ്ചകൾ, ഒപ്പം വാർത്തകൾ, ഗൗരവമേറിയതും മനോഹരമായ കാഴ്ചകളും ഒക്കെയായി നമുക്ക് മുന്നോട്ട് പോകാം. തുടങ്ങാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂർ റാണ 18 ദിവസത്തെ NIA കസ്റ്റഡിയിൽ. ഡൽഹിയിലെ പ്രത്യേക NIA കോടതി നടപടികൾ പൂർത്തിയാക്കിയത് പുലർച്ചെയോടെ. റാണയെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. തൃശൂർ മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി ജോജോയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കുളത്തിൽ മുക്കിക്കൊന്നത് പ്രകൃതി വിരുദ്ധ പീഡനം ചെറുത്തതിന്. സന്നിധാനത്ത് അയ്യന് ഇന്ന് ആറാട്ട്. രാവിലെ ആറാട്ടുബലിക്ക് ശേഷം ഘോഷയാത്ര സന്നിധാനത്ത് നിന്നും പുറപ്പെടും. പമ്പയിൽ ആറാട്ട് രാവിലെ 11-ന്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് വൈകിട്ട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ന് 5 മണിക്കൂർ അടച്ചിടും. ചൈനയ്ക്കെതിരെ വീണ്ടും ട്രംപ്. അധിക താരിഫ് നിരക്ക് വീണ്ടും ഉയർത്തി. ഫെന്റനിൽ ഇറക്കുമതിക്കെതിരെ ചുമത്തിയ 20% അധിക നികുതി ഉൾപ്പെടെ നികുതി നിരക്ക് 145%. കേരളത്തിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വിതരണം ചെയ്യുന്നുവെന്ന് CDSCO. പരിശോധനകൾ കർശനമാക്കാതെ ആരോഗ്യവകുപ്പ്. ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയ 56 ബാച്ചുകളിൽ 21 ബാച്ചുകൾ കേരളത്തിൽ നിന്ന്. സെക്രട്ടേറിയറ്റിലെ ആക്രി വസ്തുക്കൾ കടത്തി 25 ലക്ഷം രൂപ തട്ടിയതിന് CPM സംഘടനാ നേതാവിനെതിരെ വിജിലൻസ് കോടതിയിൽ പരാതി. ഹർജി നൽകിയത് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് P. ഹണിക്കെതിരെ. ജനം ബ്രേക്കിംഗ്. IPL-ൽ ഡൽഹിക്ക് 4ാം ജയം. ബംഗളൂരുവിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ചെന്നൈ കൊൽക്കത്ത പോരാട്ടം. CSK ക്യാപ്റ്റനായി ധോണി തിരിച്ചെത്തും. ആറാട്ട് കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകണം. 11 മണിയോടുകൂടിയാണ് ശബരിമലയിൽ പമ്പയിൽ അയ്യപ്പസ്വാമിക്ക് ആറാട്ട് നടക്കുക. നമുക്ക് പക്ഷേ രാവിലെ പുലർച്ചെ മുതലുള്ള കാഴ്ചകളിലേക്കാണ് പോകേണ്ടത്. ഇന്ന് പമ്പയിൽ അയ്യപ്പസ്വാമിക്ക് ആറാട്ട്. രാവിലെ 9 മണിക്ക് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് പുറപ്പെടും. ആറാട്ടിന് ശേഷം 11 മണിക്ക് നടക്കുന്ന ആറാട്ടിന് ശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തും. വൈകിട്ട് 4-ന് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരിക്കും. ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നതോടെ ഭഗവാന്റെ 10 ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് കൊടിയിറങ്ങും. മിഥുൻ മുരളിയാണ് സന്നിധാനത്തുള്ളത്. മിഥുൻ, വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെ ഒരുപക്ഷെ ഈ ആറാട്ട് നേരിട്ട് കാണുന്നതിനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകും ഇപ്പോൾ തന്നെ. ഇതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ, അപ്പോൾ സാധാരണ ശബരിമലയിൽ ഉണ്ടാകാവുന്ന പൂജകളിലുമൊക്കെ വ്യത്യാസം ഉണ്ടായേക്കാം. എങ്ങനെയാണ് ഇന്നത്തെ ദിവസം? വീണ, സ്വാമി ശരണം. തിരുവുത്സവ പ്രഭയിൽ ആ ചൈതന്യത്തിലാണ് സന്നിധാനം. കഴിഞ്ഞ 10 ദിവസമായി ഏറ്റവും വിശിഷ്ടമായ ചടങ്ങുകളോടെ ഭഗവാന്റെ പൈങ്കുനി ഉത്രം ഉത്സവം നടന്നു വരുന്നു. ഇന്ന് പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ച് ഭഗവാന്റെ ആറാട്ട് രാവിലെ 11 മണിക്ക് പമ്പയിൽ നടക്കും. ഇന്നലെ പള്ളിവേട്ട ദർശിച്ച് നിർവൃത്തിയോടെ ഭക്തജനങ്ങൾ സാക്ഷ്യം വഹിച്ചപ്പോൾ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനമെത്തിയ കാഴ്ചയാണ് കണ്ടത്. പള്ളിവേട്ട കഴിഞ്ഞ് അശുദ്ധിയായി എന്ന സങ്കല്പത്താൽ ഇന്നലെ രാത്രി ശ്രീകോവിലിന് പുറത്താണ് ഭഗവാൻ പള്ളിയുറങ്ങിയത്. രാവിലെ 5 മണിക്ക് ആ ശുദ്ധി വരുത്തി ശ്രീകോവിലിലേക്ക് ഭഗവാനെ എഴുന്നള്ളിച്ച് പൂജകൾ തുടങ്ങി. രാവിലെ 6 മണി മുതൽ 7:30 വരെയാണ് ഇന്ന് നെയ്യഭിഷേകം ഉള്ളത്. 7:30-ക്ക് ഉഷപൂജ. 8:30യോടുകൂടി ആറാട്ട് ബലി ആരംഭിക്കും. 8:30-ക്ക് ആറാട്ട് ബലിക്ക് ശേഷം 9 മണിയോടെ ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പുറപ്പെടും. ശരംകുത്തി, മരക്കുട്ടം, ശബരിപീഠം, നീലിമല, അപ്പാച്ചിമേട് വഴി രാവിലെ 10:30യോടുകൂടി ഘോഷയാത്ര പമ്പയിലെത്തും. പമ്പയിൽ
ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി ആനപ്പുറത്ത് നിന്നും ഭഗവാന്റെ തിടമ്പ് ഏറ്റുവാങ്ങി പമ്പാ നദിയിലേക്ക് പുണ്യസ്നാനം നടക്കുന്ന പമ്പാ നദിയിലേക്ക് ഭഗവാനെ എഴുന്നള്ളിക്കും. തന്ത്രി കണ്ഠര് രാജീവര്, തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തൻ, ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് രാവിലെ 11 മണിക്ക് അയ്യപ്പസ്വാമിക്ക് പമ്പയിൽ ആറാട്ട് നടക്കുന്നത്. ആറാട്ട് കണ്ട് നിർവൃതി നേടുന്നതിന് വേണ്ടി ഒട്ടനവധി ഭക്തജനങ്ങളായിരിക്കും പമ്പയുടെ തീരത്ത് ഭഗവാന്റെ ആ പുണ്യ നിമിഷത്തിന് വേണ്ടി കാത്തു നിൽക്കുക. വൈകിട്ട് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഭഗവാനെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ആറാട്ടിന് ശേഷം എഴുന്നള്ളിച്ചിരുത്തും. വൈകിട്ട് 4 മണിക്ക് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരികെ മടങ്ങും. ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തുമ്പോൾ 10 ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് കൊടിയിറങ്ങും. രാത്രി 10 മണിക്ക് ഇന്ന് പതിവ് പോലെ ഹരിവരാസനം പാടി നടയടയ്ക്കും. വെളുന്നല്ലൂർ മണികണ്ഠൻ എന്ന ആനയുടെ പുറത്താണ് ഇന്ന് ഘോഷയാത്രയിൽ ആറാട്ടായി ഭഗവാൻ സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് എത്തുക. രാവിലെ 11 മണിയോടുകൂടി നടക്കുന്ന ആ ആറാട്ട് ഘോഷയാത്ര ഏറ്റവും നിർവൃത്തിയോടുകൂടി ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷം ശബരിമല ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ ആ പുണ്യമായിട്ടുള്ള ആറാട്ട് കണ്ട് നിർവൃത്തി നേടുന്നതിന് വേണ്ടി പമ്പയിൽ വലിയ ഭക്തജന തിരക്ക് ഉണ്ടാകും. ഒപ്പം തന്നെ ഇന്ന് സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നേരത്തെ മുതലേ 10-ാം തീയതിക്ക് ശേഷം തിരക്ക് ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലായിരുന്നു ദേവസ്വം ബോർഡിനുണ്ടായിരുന്നത്. അത് കൃത്യമായി തന്നെ ഇന്നലെ മുതൽ തിരക്കിനുള്ള സൂചനകൾ കണ്ടു തുടങ്ങി. ഇന്ന് വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെയാണ് ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ നട തുറന്ന് ഈ 10 ദിവസത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയത് ഇന്നലെയാണ്. ഇന്നും സമാനമായി തന്നെ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. ഫ്ലൈ ഓവർ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരെ നേരിട്ടുള്ള കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽപുര വഴി ഭക്തജനങ്ങളെ കയറ്റിവിടുകയായിരുന്നുവെങ്കിൽ ഇന്നലെ മുതൽ ഫ്ലൈ ഓവർ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഒട്ടനവധി ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. നടപ്പന്തലിലും ഫ്ലൈ ഓവറും എല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറയുന്ന കാഴ്ചയാണ്. മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് 9 മണിയോടുകൂടി ഭഗവാൻ പമ്പയിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളുകയാണ്. അപ്പോൾ ഭക്തർക്കുള്ള നിയന്ത്രണങ്ങൾ എങ്ങനെയാണ്? വീണ, രാവിലെ 6 മണി മുതലാണ് ഇന്ന് ദർശനം ആരംഭിച്ചത്. 5 മണിക്ക് ശുദ്ധി വരുത്തി ഭഗവാനെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചു. 6 മണി മുതൽ ദർശനം ആരംഭിച്ചു. 8:30 വരെ ദർശനമുണ്ട്. 8:30-ക്ക് ആറാട്ട് ബലി തുടങ്ങും. ആ ചടങ്ങുകൾക്ക് വേണ്ടി പിന്നീട് ദർശനം ഉണ്ടാവുകയില്ല. ഭഗവാനെ ആറാട്ട് ബലിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിക്കും. 9 മണിക്ക് ആറാട്ട് ഘോഷയാത്ര പുറപ്പെടും. പിന്നീട് തിരികെ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുക. അത് രാത്രി ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തി ആറാട്ട് സംബന്ധമായിട്ടുള്ള കൊടിയിറങ്ങൽ ചടങ്ങുകൾക്ക് അനുബന്ധമായിട്ടുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി 10 ദിവസത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങിയതിന് ശേഷം ഭഗവാനെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് ഇരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും പിന്നീട് ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് സൗകര്യം ഉണ്ടാവുക. അത് 10 മണിയോട് അടുക്കുന്ന സമയത്തായിരിക്കും. രാത്രി 10 മണിയോട് അടുക്കുന്ന സമയത്തും ഒപ്പം ഹരിവരാസനം പാടുന്ന സമയത്തും മാത്രമാണ് ഇന്ന് ഭക്തജനങ്ങൾക്ക് രാത്രി ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുക. രാവിലെയും സമാനമാണ്. 8 മണിക്ക് മുൻപായിട്ട് ദർശനം ക്രമീകരിക്കും. 8:30യോടുകൂടി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ആറാട്ട് ബലിയടക്കമുള്ള ചടങ്ങുകൾ ഉണ്ട് 8:30യോടുകൂടി. അതുകൊണ്ട് തന്നെ രാവിലെ 8:30 വരെയും നിൽക്കുന്ന ഭക്തജനങ്ങൾ ദർശനം നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പമ്പയിൽ നിന്ന് ഭക്തരെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം. ഈ ആളുകൾ ഇവിടെ ഇപ്പോൾ ഉള്ള ഭക്തർ ഒരുപക്ഷേ ഈ ആറാട്ടിനൊപ്പം ഈ ആറാട്ട് എഴുന്നള്ളിപ്പിനൊപ്പം പമ്പയിലേക്ക് പോവുകയും തിരിച്ച് ആറാട്ട് കഴിഞ്ഞ് സന്നിധാനത്തേക്ക് വരികയും ചെയ്യുമ്പോഴൊക്കെ അനുഗമിക്കുന്ന ആളുകൾ ഉണ്ടാകും അല്ലേ? വീണ, അനുഗമിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ പരിമിതിയുണ്ട്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഭക്തജനങ്ങൾക്ക് ആറാട്ടിനൊപ്പം പമ്പയിലേക്ക് പോകുന്നതിന് നിയന്ത്രണമുണ്ട്. പമ്പയിൽ നിന്നും ഭക്തജനങ്ങളെ കടത്തിവിടുന്നതിനും നിയന്ത്രണമുണ്ട്. വൈകിട്ട് 4 മണിക്ക് ആറാട്ട് ഘോഷയാത്ര പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മടങ്ങിയതിന് ശേഷമാണ് ഭക്തജനങ്ങളെ നിയന്ത്രണത്തോടുകൂടി സന്നിധാനത്തേക്ക് കടത്തിവിടുക. ഈ ഭക്തജനങ്ങൾക്കെല്ലാം ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഫ്ലൈ ഓവറാണ്. നേരത്തെ ഫ്ലൈ ഓവർ ഉപയോഗിക്കാതെ നേരിട്ടുള്ള ദർശന സംവിധാനം ക്രമീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ തിരക്ക് വർദ്ധിച്ചപ്പോൾ ഫ്ലൈ ഓവർ ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുകയാണ്. ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് നമ്മൾ ശബരിമലയിൽ നിന്നും കാണുന്ന സമാനമായ ഭക്തജന പ്രവാഹമാണ്. ഭക്തജനങ്ങൾ തിങ്ങി നിറയുന്ന കാഴ്ചയാണ് കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണാം. ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞ് ഭക്തജനങ്ങൾ നിൽക്കുന്ന കാഴ്ച കാണാം. 7:30യോടുകൂടി ഉഷപൂജ തുടങ്ങും. ഉഷപൂജയുടെ സമയത്ത് നടയടയ്ക്കും. ആ സമയത്തും ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും. 8:30യോടുകൂടി ഭക്തജനങ്ങളെ, ഇപ്പോൾ ദർശനം ലഭിക്കാത്ത ഭക്തജനങ്ങളെ ഫ്ലൈ ഓവറിൽ നിന്നും മാറ്റും. പിന്നീട് ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും. ഭഗവാൻ തിരിച്ച് എത്തുന്ന സമയം വരെയും ഭക്തജനങ്ങൾക്ക് ദർശനം ലഭിക്കാത്ത ഭക്തജനങ്ങൾക്ക് സന്നിധാനത്ത് കാത്തു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. നടപ്പന്തലിലും ഭക്തജന തിരക്കുണ്ട്. സമാനമായ കാഴ്ചയാണ് നടപ്പന്തലിലും കാണാൻ കഴിയുന്നത്.
ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹം. ഇനി അത് ആറാട്ടിന് ശേഷം തിരികെ പമ്പയിൽ നിന്നും കയറി വരുന്ന ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്ന സാഹചര്യം സന്നിധാനത്ത് ഉണ്ടാകും. നിയന്ത്രണ വിധേയമായി ഭക്തജനങ്ങളെ ഫ്ലൈ ഓവറിൽ നിന്നും നടപ്പന്തലിൽ നിന്നും ഫ്ലൈ ഓവറിലേക്കും പിന്നീട് ദർശനത്തിനുമൊക്കെ ക്രമീകരണം ഒരുക്കുന്നത് ആ തരത്തിൽ തന്നെയാകും. എന്തായാലും പമ്പയിൽ നിന്നും ആറാട്ട് ഘോഷയാത്രയോടൊപ്പം അനുഗമിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. മുഴുവൻ ഭക്തജനങ്ങൾക്കും ഘോഷയാത്രയോടൊപ്പം പോകുന്നതിനുള്ള ക്രമീകരണം ഇല്ല. എന്തായാലും ഇങ്ങനെ നിയന്ത്രണങ്ങളോട് കൂടിയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ സന്നിധാനത്ത് ദർശനത്തിന് ക്രമീകരണം ഒരുക്കുക. ഇപ്പോൾ ഇതൊരു സൂചന മാത്രം. ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കും. കാരണം എല്ലാ വർഷവും വിഷു കാലത്താണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ സന്നിധാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്കും സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഭക്തജന തിരക്ക് വളരെ കുറവാണ്, പക്ഷെ 10-ാം തീയതി കഴിഞ്ഞാൽ അത് ഏറുമെന്ന് അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തവുമാണ്. ഈ തിരക്ക് അങ്ങോട്ട് കൂടുകയുള്ളൂ. വിഷുക്കണി ദർശനമൊക്കെ വളരെ പ്രാധാന്യത്തോടെ ഭക്തർ കാണുന്ന ഒന്നുമാണ്. നമുക്കിനി തിരുവനന്തപുരത്തേക്ക് പോകാം. പൈങ്കുനി ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് ഇന്ന് നടക്കും. ശംഖുമുഖം കടലിലെ ആറാട്ടുകടവിൽ വൈകിട്ടോടെയാണ് ആറാട്ട് ചടങ്ങുകൾ നടക്കുന്നത്. ആറാട്ട് ഘോഷയാത്ര റൺവേയിലൂടെ കടന്നു പോകുന്നതിനാൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ന് 5 മണിക്കൂർ അടച്ചിടുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. അഖിൽ, ഏറെ ചരിത്ര പ്രാധാന്യം കൂടി, ഒരു പക്ഷേ സമീപകാല ചരിത്രത്തിൽ തന്നെ പ്രാധാന്യം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന പത്മനാഭസ്വാമിയുടെ ആറാട്ട് ഇന്നാണ്. അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിമാനത്താവളം 5 മണിക്കൂർ വരെ അടച്ചിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്, കാരണം റൺവേയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത്. അപ്പോൾ മറ്റ് ഒരുക്കങ്ങൾ, വിവരങ്ങൾ? വീണ, തിരുവനന്തപുര പത്മനാഭസ്വാമിയുടെ ആറാട്ടിന് ഇന്ന് 2ാമത്തെ ആറാട്ടാണ്. അതായത് 2 ഉത്സവങ്ങളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുക. ഒന്ന് പൈങ്കുനി ഉത്സവവും ഒന്ന് അതുപോലെ തന്നെ ദശാവതാര മഹോത്സവമാണ് ഭഗവാന് നടക്കാറ്. അതിൽ ഇന്ന് പൈങ്കുനി ഉത്ര മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ആറാട്ടാണ് ഇന്ന് പത്മനാഭസ്വാമിക്ക് നടക്കുക. വിശേഷാൽ പൂജയ്ക്ക് ശേഷം ഭഗവാൻ ആനപ്പുറത്ത് പ്രത്യേക തേരിൽ ഭഗവാനെ ആറാട്ടുകടവായ ശംഖുമുഖം കടൽ തീരത്തേക്ക് കൊണ്ടുപോകും. അതിൽ ഏറ്റവും പ്രധാനം വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാജ്യാന്തര വിമാനത്താവളം, അതായത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം 5 മണിക്കൂർ ഭഗവാന് കടന്നു പോകുന്നതിലേക്ക് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും മാറ്റി അടച്ചിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയായി പറയാൻ സാധിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനിയുത്ര മഹോത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള പള്ളിവേട്ട ഇന്നലെ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആറാട്ട് നടക്കുന്നത്. വൈകുന്നേരം 4:45 തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെക്കുന്നത്. ഏകദേശം 9 മണിവരെ, അതായത് ഭഗവാൻ ആറാട്ടിനായി അങ്ങോട്ട് പോകുകയും ആറാട്ട് കടവിലേക്ക് പോവുകയും തിരിച്ച് ആറാട്ട് കഴിഞ്ഞ ആറാടി വിഭൂഷിതനായി തിരിച്ചു വരുന്ന സമയവുമാണ്. അതായത് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നേരെ ശംഖുമുഖം കടലിലേക്ക് പോകുക എന്നുള്ള ഒരു ആചാരം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി റൺവേ അടച്ചിട്ട് കൊടുക്കുന്നത്. ഇത് വിമാനത്താവളമായി വരുന്നതിന് മുമ്പ്, അതായത് തിരുവിതാംകൂർ രാജഭരണ കാലത്തും അതിനുശേഷവും ഇത് ഈ കീഴ്വഴക്കത്തോടു കൂടി തന്നെ, ഈ ആചാരത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. 1932 മുതൽ ഇത്തരത്തിലുള്ള ഒരു ആചാരപരമായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. എന്തായാലും ശ്രീ പത്മനാഭസ്വാമിക്ക് ഭഗവാന് ഇന്ന് ശംഖുമുഖം കടൽത്തീരത്ത് ആറാട്ട് നടക്കും. വീണ, ശരി അഖിൽ. ഏതായാലും ഈ 2 ആറാട്ട് കാഴ്ചകളും നമുക്ക് ജനം ടിവിയിൽ കാണാം. ജനം ടിവിയോടൊപ്പം തുടരുക. ഇനി വരാൻ പോകുന്ന ഉത്സവം വിഷുവാണ്. അപ്പോൾ വിഷുവിന് ഒരുങ്ങുകയാണ് എല്ലാവരും. വിഷുവിന് വർണ്ണവിസ്മയം തീർക്കാൻ പടക്ക വിപണി സജീവമായിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇക്കുറി വ്യത്യസ്ത ഇനങ്ങളുണ്ട് വിപണിയിൽ. കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് നേരിയ വില വർധന ഉണ്ട് എങ്കിലും പടക്ക വാങ്ങാനെത്തുന്ന തിരക്ക് മുൻ വർഷങ്ങളെക്കാൾ ഏറിയിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മധ്യ കേരളത്തിൽ വിഷു ആഘോഷം കളറാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും പടക്കം കൂടിയേ തീരൂ. വിഷുവിന് ദിവസങ്ങൾക്ക് മുമ്പേ കൊച്ചിയിലാകെ പടക്ക വിപണി സജീവമായി കഴിഞ്ഞു. പറവൂർ, അങ്കമാലി മേഖലകളിൽ നിന്നുള്ള മൊത്തവ്യാപാരികളാണ് നഗരത്തിലടക്കം പടക്കം എത്തിക്കുന്നത്. ഇക്കുറി പുതുമയേറിയ നിരവധി ഇനം പൂത്തിരികളാണ് വിപണിയിൽ എത്തിയിട്ടുള്ളത്. പ്രണയിതാക്കൾക്ക് വിഷു ആഘോഷിക്കാനായി തയ്യാറാക്കിയ ലൗലി, വിവിധ വർണ്ണങ്ങളിൽ കത്തുന്ന അംബ്രല്ല, വാൾ, തോക്ക്, ബാറ്റും ബോളും തുടങ്ങി പുത്തൻ വിഭവങ്ങൾക്കൊക്കെയും അത്യാവശ്യക്കാർ ഏറെയാണ്.
ഇപ്പോൾ വരുന്നത് നമ്മളെ കമ്പിത്തിരി ഐറ്റംസിലാണെങ്കിൽ ഒരു അംബർല കമ്പിത്തിരി എന്നും പറഞ്ഞിട്ടൊരു കമ്പിത്തിരി വന്നിട്ട് നമ്മളത് കത്തിക്കുമ്പോൾ കോട്ട പോലെ കത്തുന്ന ഒരു കമ്പിത്തിരി. അതേപോലെ ലൗലി കമ്പിത്തിരി, ഒരു ലവ് സൈനായിട്ടൊരു കമ്പിത്തിരി വന്നിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ പോകുന്നതാണ്. പിന്നെ തോക്കിൻ്റെ ആകൃതിയിലുള്ള പൂത്തിരികൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ കാറിൻ്റെ ഷേപ്പിലുള്ള ഇതുണ്ട്. പിന്നെ ഗദ, വാള്, അങ്ങനെയുള്ള രീതിയിലൊക്കെ പുതിയ പുതിയ ഐറ്റംസൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഏതാനും ദിവസങ്ങളായി പടക്കം വാങ്ങാൻ എത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയോടെ തിരക്ക് കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. പടക്ക നിർമ്മാണ സാമഗ്രികളുടെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായെങ്കിലും നേരിയ വിലവർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും എന്നാൽ വിപണി മുൻവർഷങ്ങളെക്കാൾ സജീവമെന്നും വ്യാപാരികൾ പറയുന്നു. ഇത്തവണ വിപണി കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചും കൂടി നല്ല രീതിയിലുള്ളൊരു പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോവിഡും അതും ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഇങ്ങനെ ഒന്ന് കരകയറി വരുന്ന സമയമാണ്. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ വിപണി പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും എന്നാൽ ഉപഭോക്താക്കൾ ഓൺലൈൻ വിപണിയിലെ തട്ടിപ്പ് മനസ്സിലാക്കുന്നുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. അത് പലരും പറ്റിക്കപ്പെടുന്നുണ്ട്. കാരണം ഓൺലൈനിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് വരുന്ന ഐറ്റം നമ്മൾ ഉദ്ദേശിക്കുന്ന ഐറ്റം അല്ല. പല ഐറ്റം അങ്ങനെ ഒരു പരാതിയൊക്കെ വന്ന് നമ്മളുടെ അടുത്ത് ഇപ്പോൾ അത് പരാതി വന്നിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല രീതിയിലുള്ളൊരു കച്ചവടം അല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. നമുക്കതൊരു ഭീഷണിയല്ല. അത് ഭാവിയിൽ അതൊരു നല്ലതായിരിക്കുമെന്നും തോന്നുന്നില്ല. ക്യാമറാമാൻ ബിബിൻ ആലുവയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. പാലക്കാട്ടെ വിപണിയിലേക്ക് കൂടി പോകാം. അവിടെ വലിയങ്ങാടിയിലെ പടക്കക്കടകളിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തമിഴ്നാട് ശിവകാശിയിലെ വിലയ്ക്ക് ഇവിടെ പടക്കം ലഭിക്കുമെന്നതാണ് ഈ വലിയങ്ങാടിയിലെ ഹോൾസെയിൽ കടകളിലെ പ്രത്യേകത. AI ഓലപ്പടക്കം ഉൾപ്പെടെയാണ് ഇത്തവണ വിപണിയിലെ താരം. ലോകമെങ്ങുമുള്ള മലയാളികൾ വീണ്ടും ഒരു വിഷുപ്പുലരി കണി കണ്ടുണരാൻ ഒരുങ്ങുമ്പോൾ പടക്ക വിപണികളിലും കച്ചവടം പൊടിപൊടിക്കുകയാണ്. പാലക്കാട് വലിയങ്ങാടിയിലെ പടക്ക വിപണികളിൽ ഈ മാസം ആദ്യം മുതൽക്ക് തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തമിഴ്നാട് ശിവകാശിയിലെ വിലയിൽ പടക്കങ്ങൾ ലഭിക്കുമെന്നതാണ് വലിയങ്ങാടിയിലെ പ്രത്യേകത. മൊത്തവിലയ്ക്ക് പടക്കം ലഭിക്കുമെന്നതിനാൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ആളുകൾ വലിയങ്ങാടിയിൽ പടക്കം വാങ്ങാൻ എത്തുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടുന്നാണ് വാങ്ങുന്നത്. അപ്പോൾ നല്ല പടക്കങ്ങളാണ്. ഞങ്ങൾ പൊതുവെ സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുന്ന് വാങ്ങുന്നത്. ഇവിടെ നല്ല വിലക്കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ വർഷം ഇവിടെ ആണ് എടുക്കാൻ വരാറ്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും കിട്ടാറുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ, വെറൈറ്റീസ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വന്നു. പൂക്കുറ്റി, തോക്കിൻ്റെ പൊട്ടിക്കണ സാധനം, വിഷുചക്രം, അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചു. എല്ലാ വർഷവും ഇവിടെ വന്നിട്ടുണ്ട് എടുക്കാറ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. മോശം ഉണ്ടാവാറില്ല. നല്ല നമ്മൾ ഹാപ്പിയാണ്. AI ഓലപ്പടക്കമാണ് ഇത്തവണ വിപണിയിലെ താരം. അതിനു പുറമെ കൈ പൊള്ളാത്തതും ചൂടേൽക്കാത്തതുമായ വ്യത്യസ്ത തരം മത്താപ്പ്, കമ്പിത്തിരികൾ, കയ്യിൽ പിടിച്ചു പൊട്ടിക്കാവുന്ന ഷോട്ടുകൾ എന്നിവയും പുത്തൻ ട്രെൻഡാണ്. വെറൈറ്റീസ് പഴയ പോലെ തന്നെ എല്ലാം വന്നിട്ടുണ്ട്. അതിൽ പുതുമ പൂക്കുറ്റിയിലൊക്കെ വെറൈറ്റി ഫൗണ്ടൈൻസ്, അതുപോലെ ചക്കറൊക്കെ ബക്കറ്റ് ചക്കരം തന്നെ മേലൊക്കെ ഇറങ്ങുന്നത്, പൂക്കുറ്റിയും ചക്കർ ഒരുമിച്ച് ഇറങ്ങുന്നത്, അതുപോലെ മയിൽ, ഓലപ്പടക്കൊക്കെ വെറൈറ്റി AI ഓലപ്പടക്കം ഇറങ്ങിയിട്ടുണ്ട്, പുതിയ ടൈപ്പ്. പിന്നെ ഷോട്ടിൽ 30 ഷോട്ടൊക്കെ പഴയ പോലെയല്ല. പണ്ട് പറഞ്ഞാൽ എല്ലാവരും പൂക്കുറ്റി ചക്കരം കമ്പിത്തിരിയോടെ കഴിഞ്ഞു. അപ്പം അങ്ങനെ എല്ലാവരും ഷോട്ട്, സ്കൈ ഷോട്ട്, മാലപ്പടക്കം എല്ലാവരും നല്ല രീതിക്ക് തന്നെ ആഘോഷിക്കുന്നുണ്ട് വിഷു. ശിവകാശിയിലെ പടക്ക ഫാക്ടറികളുടെ സമരവും മറ്റും മുൻ വർഷങ്ങളിൽ പടക്ക വിപണികൾക്ക് പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിലും ഇത്തവണ മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ വലിയ പ്രതീക്ഷയിലാണ് വ്യാപാരികളും. ജനം, പാലക്കാട്. അങ്ങനെ വ്യത്യസ്തമായ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത തരം പടക്കങ്ങളൊക്കെ ഇങ്ങനെ വിപണിയിൽ വരുമ്പോൾ എല്ലാവരും വിഷു ആഘോഷിക്കുമ്പോൾ സൂക്ഷിക്കുക. നമുക്ക് പരിചയമില്ലാത്ത ചില പടക്കങ്ങൾ കൂടി അതിനകത്ത് ഉണ്ടായേക്കാം. വളരെ സേഫായി തന്നെ എല്ലാവരും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. കമൻറ്റ് ബോക്സിൽ പാലക്കാടെന്ന് കണ്ടപ്പോൾ ഉഷാജിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സന്തോഷമൊക്കെ കമൻറ്റ് ബോക്സിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം സദാനന്ദൻ നെടുനിലം ചോദിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. തീർച്ചയായും പ്രേക്ഷകരെ അറിയിക്കാതെ ഞങ്ങൾക്കൊരു ആഘോഷവുമില്ല. ആഘോഷങ്ങൾക്കൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാവും. നിങ്ങളെല്ലാവരെയും കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും അറിയിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുക. ഞങ്ങളെല്ലാവരും അതിൻ്റെ തിരക്കിൽ കൂടിയാണ് എന്നുകൂടി
മനസ്സിലാക്കുക ദയവായി. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ED കൂടി കേസെടുത്താൽ മുഖ്യമന്ത്രി മാറി നിൽക്കുമോ എന്ന ചർച്ച വീണ്ടും സജീവമാവുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ മാറി നിന്ന ഒരു മാതൃക അത് പിണറായി വിജയൻ ആവർത്തിക്കുമോ എന്നതാണ് ചോദ്യം. വീണയെ ED അറസ്റ്റ് ചെയ്തേക്കാം എന്ന സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ രാജി ചർച്ചയിലേക്കും നയിക്കുന്നത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതിനെ പ്രേക്ഷകർക്ക് രണ്ട് ഭാഗങ്ങളായി ഒന്ന് വിശദീകരിക്കുക. ഒന്ന്, ഈ ED കൂടി ഇപ്പോൾ കേസെടുക്കേണ്ടി വരുന്ന സാഹചര്യം വിശദീകരിക്കുക. മറ്റൊന്ന്, ഈ മാതൃക, കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ച മാതൃക മുഖ്യമന്ത്രി കാണിക്കുമോ എന്ന ചോദ്യം. അത് സജീവമായി വരുമ്പോൾ അത് ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാറി നിൽക്കേണ്ടുന്ന സാഹചര്യം, അത് പക്ഷേ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നമുക്കറിയാം പലപ്പോഴും പല നിയമങ്ങളുമൊക്കെ മാറി നിൽക്കുന്നത്. അത് ആവർത്തിക്കുമോ എന്ന സന്ദേഹം കൂടിയാണ് എല്ലാവർക്കും ഉള്ളത്. വീണ, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് പാർട്ടി സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും എല്ലാം മാറി നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി തന്നെ അതിന്റെ വിശദീകരണവും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പറഞ്ഞിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ അതേ തരത്തിലുള്ള ഒരു ധാർമ്മികത മുഖ്യമന്ത്രിയും കാണിക്കണമെന്ന് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് കോടിയേരി ബാലകൃഷ്ണനും ബിനീഷ് കോടിയേരിയുമായിട്ടുള്ള കേസുകൾ, അല്ലെങ്കിൽ ബിനീഷ് കോടിയേരിക്കെതിരായ ഉയർന്നു വന്ന കേസുകൾ അത് മറ്റൊരു തരത്തിലാണ്. പക്ഷേ ഈ കേസിൽ താൻ മാറി നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് പാർട്ടിക്കും തനിക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും ഇത് എന്തിന്റെ പേരിൽ വന്ന കേസാണെന്ന് വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ താൻ ഇത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കേണ്ടതില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ EDയും കൂടി ഇനി ഈ ഒരു കുറ്റപത്രം നിലവിൽ SFIO നിലവിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ EDയും കൂടി ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി മാറി നിൽക്കുമോ എന്ന ചോദ്യമായിരുന്നു നടത്തിയത്, മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് അത്തരത്തിൽ താൻ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായ ബിനീഷ് കോടിയേരിക്കെതിരായ കേസ് വരുന്നത്. ഈ കേസ് വരുന്ന പശ്ചാത്തലത്തിൽ തന്നെ കോടിയേരി ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ താൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു, തൽക്കാലത്തേക്ക് അവധിയെടുക്കുന്നു എന്ന തരത്തിൽ പാർട്ടി നേതൃത്വത്തിനോടും ഒപ്പം തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും അറിയിച്ചുകൊണ്ട്, പാർട്ടി കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു ധാർമ്മികത നിലപാട് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുഖ്യമന്ത്രി ആ കസേരയിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട്, മുഖ്യമന്ത്രി പദത്തിന്റെ കസേരയിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് തന്റെ മകളെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു, അണിയറയിൽ നീക്കങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലായി ആവർത്തിച്ച് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, തങ്ങൾക്ക് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിരോധം തീർക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണ് മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി വളരെ വൈകാരികമായി അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ചോരയും രക്തവുമാണ്, അത് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഉടനെ താഴേക്ക് വീഴുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട എന്ന തരത്തിലുള്ള വൈകാരിക പ്രകടനത്തിലൂടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ തന്നെയാണ്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും മുഖ്യമന്ത്രി തന്നെ ആ കാര്യം വ്യക്തമാക്കുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതും. വീണ. ശരി വിനീഷ്, ഏതായാലും വീണയ്ക്കെതിരെ ED കൂടി കേസെടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് അറസ്റ്റിലേക്കും ഒക്കെ നയിച്ചാൽ എന്തായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന നടപടി എന്നുള്ളതാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. അതിന്മേലുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ നമുക്ക് പലപ്പോഴും അറിയാം CPM-നുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്ത് ചർച്ചകൾ നടന്നാലും അത് പുറത്തു വരുമ്പോൾ അതെല്ലാം വളരെ പോസിറ്റീവായി മാറുന്നൊരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഈ വിഷയത്തിൽ എന്തായിരിക്കും നിലപാട് എന്നറിയില്ല. പക്ഷേ എന്തു തന്നെയായാലും അത് വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല.
ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്നുകൂടി നമുക്കൊരു വാർത്ത ചേർത്ത് വയ്ക്കാനുണ്ട്. മാസപ്പടി കേസിൽ എക്സാലോജിക്കുമായി പണമിടപാടുകൾ ഉണ്ടായിരുന്ന കമ്പനികളിലേക്ക് മീഡിയ അന്വേഷണം വ്യാപിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ടി.വി.യുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായി കരാറുകൾ ഉണ്ടാക്കുകയും പണം നൽകുകയും ചെയ്ത കമ്പനികളിലേക്കാണ് അന്വേഷണം വ്യാപിക്കുന്നത്. 12 കമ്പനികൾക്ക് നേരത്തെ SFIO നോട്ടീസ് നൽകിയിരുന്നു. ജിജീഷ് കരുണാകരൻ ഉണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, ഈ 12 കമ്പനികളെയാണോ പ്രധാനമായും അന്വേഷണ വിധേയമാക്കുന്നത്? തീർച്ചയായും ഈ 12 കമ്പനികളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കാരണം ഈ 12 കമ്പനികളും വീണയുടെ എക്സാലോജിക്കിന് പല തവണകളിലായി പണം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം IT സേവനങ്ങളുടെ പേരിലായിരുന്നു ഈ സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ നടന്നിരുന്നത്. എങ്ങനെയാണോ CMRലുമായി നൽകാത്ത സേവനത്തിന് പണം വാങ്ങിയത്, 2,72 ലക്ഷം രൂപ കൈപ്പറ്റിയത്, അതിന് സമാനമായ രീതിയിൽ ഈ 12 കമ്പനികളിൽ നിന്നും പണം നിശ്ചിത ഇടവേളകളിൽ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ അവിടെയും വീണ നൽകിയിരിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് അത് IT സേവനങ്ങൾക്കുള്ള പ്രതിഫലം എന്ന രീതിയിലാണ് ആ കമ്പനികൾ പണം നൽകിയതെന്നാണ്. എന്നാൽ നേരത്തെ തന്നെ SFI അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഈ 12 കമ്പനികളിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നു. എന്തിനാണ് ഈ പണം നൽകിയത്, ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് പ്രതിഫലമായി അല്ലെങ്കിൽ പണം നൽകിയതിന് പ്രതിഫലമായി എന്ത് സേവനമാണ് വീണ വിജയന്റെ എക്സാലോജി കമ്പനി നൽകിയത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അവരോട് പ്രധാനമായും ചോദിച്ചിരുന്നത്. എന്നാൽ കൃത്യമായ മറുപടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 12 കമ്പനികളും നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ മേഖല എന്ന് പറയുന്നതും ഈ കമ്പനികളെ കേന്ദ്രീകരിച്ചു കൂടിയാണ്. കാരണം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമായി എക്സാലോജിക്കിനെ ചില കമ്പനികൾ, സ്ഥാപനങ്ങളും വ്യക്തികളുമെല്ലാം മാറ്റിയോ എന്നൊരു സംശയമാണ് ശക്തമായി തന്നെ നിലനിൽക്കുന്നത്. സാധാരണ നിലയിൽ വലിയ തോതിൽ വന്നു ചേരുന്ന കള്ളപ്പണം അത് വെളുപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ IT സേവനങ്ങളുടെ മറവിൽ IT സേവനങ്ങൾക്ക് എന്ന പേരിൽ വീണയുടെ എക്സാലോജിക്കിന് നൽകുന്നതോടുകൂടി ആ പണം വെളുപ്പിക്കാൻ കഴിയുമെന്ന രീതിയിലായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നോ എന്നത് തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. മാത്രമല്ല ഈ കമ്പനികൾ അന്വേഷണവുമായി സഹകരിക്കാത്തത് കൂടി പരിശോധിച്ച് കൂടുതൽ തെളിവുകൾ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുക. കാരണം ഇനി പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം SFIയുടെ കുറ്റപത്രവും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല മാസപ്പടി ഡയറി SFIO പിടിച്ചെടുത്ത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അനുബന്ധമായി കുറ്റപത്രത്തിനൊപ്പം നൽകിയിരിക്കുന്ന മാസപ്പടി ഡയറി കൂടി കേന്ദ്രീകരിച്ച് അതിലെ ചുരുക്കപ്പേരുകാർ ആരെല്ലാമാണ്, അവർ ഓരോരുത്തരും എത്ര പണം കൈപ്പറ്റിയിട്ടുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതിയിൽ ഉൾപ്പെടാവുന്ന ഈ ഒരു കാര്യത്തിൽ എന്ത് എന്നുള്ള പണമായിട്ടാണ് ഈ കൃത്യമായ മാസപ്പടി നൽകിയിരുന്നത്, അല്ലെങ്കിൽ എന്ത് സേവനങ്ങളും എന്ത് അനധികൃതമായ വഴിവിട്ട സഹായങ്ങളുമാണ് CMRന് ലഭിച്ചത് എന്നെല്ലാമുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് അതേപോലെ തന്നെ മറ്റു ചില കമ്പനികൾ കൂടി വീണ വിജയന് പണം നൽകിയതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഇത് സംബന്ധിച്ച് തന്നെയാണ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നത്. ഈ 12 കമ്പനികളുടെയും പ്രതിനിധികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. കാരണം നേരത്തെ CMRലെ ഉദ്യോഗസ്ഥരെ മണിക്കൂറുകൾ തന്നെ നീണ്ട ചോദ്യം ചെയ്യലുകൾ നടത്തിയിരുന്നു. ഒരു പകലും ഒരു രാത്രിയും നീണ്ട ചോദ്യം ചെയ്യലിനും ശേഷം മാത്രമായിരുന്നു കൊച്ചി ED ഓഫീസിൽ നിന്ന് വിട്ടയച്ചത്. എന്നാൽ അതിനുശേഷവും അല്ലെങ്കിൽ ഇത്തരം കമ്പനികളുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ കൃത്യമായ കാര്യങ്ങൾ തങ്ങൾക്ക് അറിയില്ലായിരുന്നു. പലതും MD നേരിട്ടാണ് ചെയ്തിരുന്നത് എന്നീ മറുപടികളാണ് ജീവനക്കാർ നൽകിയിരുന്നത്. ഈ ഇത്തരം സാമ്പത്തിക ഇടപാടുകളിൽ ഒപ്പം തന്നെ ഈ മാസപ്പടി ഡയറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുമെല്ലാം തന്നെ അവർ നൽകിയ മറുപടി അത്തരത്തിലുള്ളതാണ്. എന്നാൽ വീണ്ടും CMRൽ ഉദ്യോഗസ്ഥരിൽ ചിലരെയെങ്കിലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു നടപടി ഉണ്ടാകും. ഒപ്പം തന്നെ ഈ കമ്പനികളുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി വിശദമായി തന്നെ എന്ത് സാമ്പത്തിക ഇടപാടുകളാണ്, എത്ര തുക വിവിധ കാലഘട്ടങ്ങളിൽ നൽകിയിട്ടുണ്ട് IT സേവനങ്ങളുടെ പേരിൽ, ഒരിക്കലെങ്കിലും ഏതെങ്കിലും IT സേവനങ്ങൾ തിരികെ ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അത്തരം ചോദ്യം ചെയ്യലുകളോട് വ്യക്തമാകും എന്നുകൂടിയാണ് ED മനസ്സിലാക്കുന്നത്. ഓക്കെ, ശരി ജിജീഷ്. BG ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ, ജനം TV-യിൽ വിഷു സ്പെഷ്യലായി എന്തുണ്ട് വീണ എന്ന്. പക്ഷേ ഞാൻ ബിജിയോട് കൂട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഉത്തരം ഞാൻ ബിജിയോട് പറയുന്നില്ല. അതിന് തൊട്ട് മുമ്പിട്ട കമൻറ്റ് കൂടി ഞാൻ കണ്ടിരുന്നു എന്നുള്ളത് കൊണ്ട് ഏതായാലും പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയാം. നമ്മൾ ഈ ഇടവേളകളിലേക്കൊക്കെ പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ കാണിക്കുന്നുണ്ട്. വലിയ ആഘോഷങ്ങൾ തന്നെയാണ് ജനം TV-യിൽ ഇത്തവണയും വിഷു ദിനത്തിൽ ഉള്ളത്. എല്ലാ പ്രോഗ്രാമുകളും എല്ലാവരും കാത്തിരുന്ന് കാണുക എന്നുകൂടിയാണ് പറയുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വലിയ സങ്കടമാണ്. കാരണം നമ്മൾ കണ്ണും കാതുമൊക്കെ തുറന്നു വെച്ച് നമ്മുടെ മക്കളെ ഇങ്ങനെ കരുതലോടെ നോക്കിയിരിക്കുമ്പോഴും അവരുടെ ജീവൻ പോകുന്നത് നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ നരാധമന്മാർ അവരുടെ ജീവൻ എടുക്കുന്നത് നമ്മൾ കാണാതെ പോകുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. തൃശ്ശൂർ മാളയിലെ സംഭവത്തെക്കുറിച്ചാണ്. 6 വയസ്സുകാരനെ കുളത്തിൽ മുക്കി കൊന്നു എന്ന വാർത്ത. അയൽവാസിയായ 23-കാരൻ ജോജോ പിടിയിലായിട്ടുണ്ട്. ഇതിന് കാരണം ലൈംഗിക അതിക്രമം ചെറുത്തതിനു പിന്നാലെയാണ്
ഈ ക്രൂരമായ കൊലപാതകം ജോജോ നടത്തിയത്. വൈകിട്ട് 6:30യോടെയാണ് കുഴൂർ സ്വർണ്ണപ്പള്ളം റോഡിൽ മഞ്ഞളി അജീഷിന്റെ മകൻ 6 വയസ്സുള്ള ഏബലിനെ കാണാതാവുന്നത്. പോലീസും നാട്ടുകാരും ചേർന്ന് വ്യാപകമായി തിരച്ചിൽ നടത്തി. പ്രതിയായ ജോജോയും കുട്ടിക്കായുള്ള തെരച്ചിലിൽ ഒപ്പം കൂടി. തിരച്ചിൽ വഴിതെറ്റിക്കാനും പ്രതി ശ്രമിച്ചു. ഇയാൾ ആ തിരച്ചിലുണ്ട്. തിരച്ചിൽ ഇയാള് നമുക്ക് ബോഡി കിട്ടിയ ഭാഗത്തല്ല ഇയാൾ തിരയുന്നത്. ഇയാൾ ആളുകളെ മിസ്ലീഡ് ചെയ്ത്, അത് വിശാലമായ പാടമാണ്, ഒരുപാട് സ്ഥലമുണ്ട്. പോലീസിനെ ആളുകളെയൊക്കെ ഇയാൾ മിസ്ലീഡ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ നമുക്കത് ഇയാളുടെ ഭാവമുണ്ട്. പിന്നെ ഇയാളെ കുറിച്ച് നമ്മൾ നോക്കി ഒരു CCTV നമുക്ക് ഉണ്ട്. ലാസ്റ്റ് ഈ കുട്ടിയും ഇയാളും കൂടെ നടന്നു പോകുന്ന കണ്ടൊരു CCTV. അങ്ങനെയാണ് ഇയാൾ ലാസ്റ്റിലുണ്ടായിരുന്നു മനസ്സിലായി. നമ്മുടെ പോലീസ് അയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്തു. ആദ്യം ഇയാൾ സംബന്ധിച്ച് പറഞ്ഞില്ല. അയാൾ പറഞ്ഞു കുട്ടി എന്നോട് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കുട്ടി പോയി, ഞാനങ്ങ് പോയത്. ജോജോയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തായത്. ജോജോ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. കുട്ടിയെ എതിർക്കുകയും മാതാപിതാക്കളോട് പറയുമെന്നും പറഞ്ഞതോടെ ബലമായി വാപൊത്തി കുളത്തിലേക്ക് തള്ളിയിട്ടു. ഈ കുട്ടിയെ അയാൾ വിളിച്ച് ഒഴിഞ്ഞൊരു സ്ഥലത്തോട്ട് പോയി. ഒഴിഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ട് കുട്ടിയോട് ഇയാൾ മിസ്ബിഹേവ് ചെയ്തു. കുട്ടിയെ അയാൾ മോശമായ രീതിയിൽ പെരുമാറി. മനസ്സിലായി. കുട്ടി എതിർത്തു. കുട്ടി അമ്മയോട് പറയുന്നു. അതാണ് നമുക്ക് മനസ്സിലായത്. അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മുഖം പൊട്ടിപ്പിടിച്ച് ബലമായിട്ട് പുഴയിലിട്ട് കുളത്തിലിട്ട് കൊന്നുകൊണ്ടാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായത്. കുറച്ച് കാര്യം കൂടി വെരിഫൈ ചെയ്യാനുണ്ട്. കുട്ടിയുടെ വീടിന് 100 മീറ്റർ മാറിയുള്ള കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രതി ജോജോ നേരത്തെ മോഷണ കേസിൽ പ്രതിയാണ്. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഇന്ന് വിശദമായ പരിശോധനകൾ നടത്തും. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ജനം, കോട്ടയം. സങ്കടകരമായ വാർത്തയും മറച്ചുവെങ്കിലും സങ്കടകരമായ കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. പക്ഷേ നമ്മൾ നിതാന്ത ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട് എന്ന് കൂടി വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണ്. തഹാവൂർ റാണയുടെ വാർത്തകളൊക്കെ അറിഞ്ഞില്ലേ മാധ്യമങ്ങൾ എന്ന ചോദ്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നടപടിക്രമങ്ങളൊക്കെ നടന്ന് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ്. വളരെ വൈകിയാണ് നടപടികളൊക്കെ പൂർത്തിയായത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് ഒരല്പം വൈകിയെങ്കിൽ നമ്മൾ കടക്കുകയാണ്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ 18 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടു. പട്യാല ഹൗസ് കോടതിയിലെ NIA ജഡ്ജിയുടേതാണ് വിധി. സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് റാണയെ NIA ആസ്ഥാനത്ത് എത്തിച്ചത്. അതിനുശേഷമാണ് മറ്റ് നടപടിക്രമങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക്, ഗൗതം അനന്തനാരായണൻ്റെ റിപ്പോർട്ടിലേക്ക് കാണാം. തഹാവൂർ റാണയെ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തേക്ക് എത്തിക്കുകയാണ്. രാത്രി 2:30 NIA ആസ്ഥാനത്തേക്ക് തഹാവൂർ റാണയെ എത്തിച്ചത്. അതായത് ഏതാണ്ട് 11 മണിയോടുകൂടി ഇയാളെ കോടതിയിലേക്ക് എത്തിച്ചിരുന്നു. പിന്നീട് ഏതാണ്ട് 4 മണിക്കൂർ നീണ്ടുനിന്ന കോടതി നീക്കങ്ങൾ, അതിനുശേഷം 18 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് തഹാവൂർ റാണയെ വിട്ടയച്ചു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് NIA ആസ്ഥാനത്തേക്ക് ഏതാണ്ട് രാത്രി 2:30 സമയത്ത് തഹാവൂർ റാണയെ NIAയുടെ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നു. വലിയ സുരക്ഷ, വലിയ സുരക്ഷ ആ ബസ്സിനകത്താണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബസ്സിനകത്താണ് തഹാവൂർ റാണ. ആ വലിയ ബസ് നിറയെ ദില്ലി പോലീസിന്റെ സുരക്ഷയുണ്ട്. അതിനൊപ്പം നിരവധി വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തേക്ക് തഹാവൂർ റാണയെ എത്തിച്ചിരിക്കുന്നത്. 11 മണിയോടുകൂടി കോടതിയിലേക്ക് എത്തിച്ചിരുന്നു. പിന്നീട് നീണ്ട വാദഗതികൾ നടന്നു. NIA 20 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി ഇപ്പോൾ 18 ദിവസത്തെ NIA കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നു. ഇനിയും ചോദ്യം ചെയ്യലിന്റെ ദിവസങ്ങളാണ്. തീർച്ചയായും ദേശീയ അന്വേഷണ ഏജൻസിയുടെ 12 അംഗ സംഘം വരുന്ന ദിവസങ്ങളിൽ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യും. നമ്മൾ കണ്ട ഈ കാണുന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തിന്റെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ഒരു പ്രത്യേക സെല്ല് ഒരുക്കിയിട്ടുണ്ട്. ഈ സെല്ല് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിതീവ്രമായ ചോദ്യം ചെയ്യലിന് ഇനിയും ഈ കൊടും ഭീകരനെ വിധേയനാക്കും. ഡൽഹിയിലെ NIA ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം. തീർച്ചയായും ഒട്ടേറെ കാര്യങ്ങൾ അറിയാനുണ്ടാകും NIAക്ക്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ആ വിഷയങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി ന്യായവുമായിരുന്നു. 18 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സംസ്ഥാനത്തൊരു വിഷയത്തിലേക്ക് വരാം. വെറ്ററി യൂണിവേഴ്സിറ്റിയിലെ VC നിയമനത്തിൽ ഈ മാസം 15 സെർച്ച് കമ്മിറ്റി യോഗം ചേരും.
ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കി കേരള സർവകലാശാല മുൻ VC ഡോക്ടർ ഇക്ബാൽ കൺവീനറായ കമ്മിറ്റി യോഗം ചേരാനാണ് നീക്കം നടക്കുന്നത്. UGCയുടെ 2025 കരട് റെഗുലേഷൻ നിയമമാകുന്നതിന് മുൻപ് തിരക്കിട്ട് VSC നിയമിക്കാനാണ് സർക്കാർ തലത്തിൽ നീക്കമെന്നാണ് ആക്ഷേപം ഉയരുന്നത്. രശ്മി കാർത്തിക ഉണ്ട് വിവരങ്ങളുമായി. രശ്മി, എന്താണ് ആക്ഷേപം? വീണ, പൂക്കോട് വെറ്റിനറിയിലെ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനുള്ള തിരക്കിട്ട നീക്കമാണ് നിലവിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് യോഗം ചേരുക. ഈ മാസം 15-നാണ് യോഗം. ഇത് ചട്ടവിരുദ്ധമായാണ് ഈ യോഗം ചേരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ കമ്മിറ്റി ചേരുന്നതും. അതും കേരള സർവകലാശാലയിലെ മുൻ VCയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുക. നിലവിലെ വെറ്റിനറി യൂണിവേഴ്സിറ്റി നിയമത്തിൽ ഗവർണറുടെ പ്രതിനിധി സെർച്ച് കമ്മിറ്റിയിലുണ്ട്. പക്ഷേ ആ പ്രതിനിധി ഇല്ല. ആ പ്രതിനിധിയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ കമ്മിറ്റി ഇപ്പോൾ നിലവിൽ സർക്കാർ രൂപീകരിച്ചത്. വെറ്ററിനറി യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയായി കേരള മുൻ VC ഡോക്ടർ B ഇക്ബാൽ ഉണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രതിനിധിയായി കാർഷിക യൂണിവേഴ്സിറ്റി മുൻ VC ഡോക്ടർ P രാജേന്ദ്രനുണ്ട്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പ്രതിനിധി ഡോക്ടർ രാമൻ സുകുമാറുണ്ട്. ICAR പ്രതിനിധി ഡോക്ടർ രാഘവേന്ദ്ര ഭട്ടയുണ്ട്. അതോടൊപ്പം UGC പ്രതിനിധിയായി പ്രൊഫസർ നീലിമ ഗുപ്തയുണ്ട്. ഇവർ ആണ് ഈ സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയിലുള്ളത്. സംസ്ഥാനത്തിന് പുറത്തുള്ളവർക്കായി വിമാന ടിക്കറ്റ് അടക്കം സർക്കാർ എടുത്തു നൽകിയിട്ടുണ്ട്. ഈ മാസം 15-ന് ഗസ്റ്റ് ഹൗസിൽ വെച്ച് യോഗം ചേരുകയുണ്ട്. ഈ നാളിതുവരെ ഗവർണറാണ് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഗവർണറുടെ പ്രതിനിധിയൊക്കെ ആ കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ യോഗം ചേരുന്നതും ഈ VCയെ നിയമിക്കാനുള്ള തിരക്കിട്ട നീക്കവും നടക്കുന്നത്. പക്ഷേ ഇതിന് അന്തിമ അനുമതി നൽകേണ്ടത് ഗവർണറാണ്. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി ഈ യോഗം ചേർന്ന് ഒരു VCയെ തീരുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ശുപാർശ ഒരിക്കലും ഗവർണർ അംഗീകരിക്കാൻ സാധ്യതയില്ല. വീണ. ഓക്കെ, ശരി രശ്മി. ഇനി മനോഹരമായൊരു മാതൃകയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സംസ്ഥാനം എന്തൊക്കെ പറഞ്ഞാലും മാലിന്യമുക്തമാകണം എന്ന ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനായി നമ്മൾ ചെയ്യുന്നു ചില കാര്യങ്ങൾ, സർക്കാർ എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നുണ്ടോ, ഒരുമിച്ച് പോകേണ്ടുന്ന സംവിധാനങ്ങൾ തന്നെയാണ് ഉള്ളത് തുടങ്ങിയ ചർച്ചകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എങ്കിൽ പോലും പ്രഖ്യാപനങ്ങൾക്ക് ഒക്കെയായി സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. എങ്കിലും ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് ഒരു മാതൃക, മനോഹരമായൊരു മാതൃക നമ്മൾ കാണാൻ പോവുകയാണ്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കിൽ നിന്ന് മനോഹരമായ നിർമ്മിതികൾ സൃഷ്ടിക്കുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ. തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ വൃത്തി 2025 ക്ലീൻ കേരള കോൺക്ലേവ് നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് ഈ നിർമ്മിതികൾ ഒരുക്കിയിരിക്കുന്നത്. കാഴ്ചക്കാർക്ക് വ്യത്യസ്തമായ ഒരു വിരുന്നൊരുക്കുകയാണ് ഇവിടെ. കണ്ടുവരാം. ഓലപ്പുരയിൽ നിർമ്മിച്ച മാതൃകാ ഗ്രാമം, പ്രവേശന കവാടത്തിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പികളാൽ നിർമ്മിച്ചിട്ടുള്ള മനുഷ്യമുഖം, പഴയ ബാഗുകൾ കൊണ്ടുള്ള ആമ, പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് നിർമ്മിച്ച പാമ്പ്, അലൂമിനിയം ഫോയിൽ ഫുഡ് കണ്ടെയ്നർ കൊണ്ടുള്ള നീരാളി തുടങ്ങി പാഴ്വസ്തുക്കളായി ഉപേക്ഷിക്കപ്പെടുന്നവയിൽ നിന്ന് മനോഹരമായ കലാപ്രദർശനങ്ങളാൽ ആകർഷകമാവുകയാണ് കനകക്കുന്ന്. അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന വൃത്തി കോൺക്ലേവിനായി ഒരുങ്ങി നിൽക്കുകയാണ് കനകക്കുന്ന്. വിവിധ വിഷയങ്ങളിൽ നടക്കുന്ന പാനൽ ചർച്ചകൾക്കും നവീന ആശയങ്ങൾ അവതരിപ്പിക്കുന്ന സ്റ്റാളുകൾക്കും പുറമെ വൈകിട്ട് കലാപരിപാടികളുമുണ്ട്. 12-ന് നടക്കുന്ന സമാപന സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രദർശനങ്ങൾ 13 വരെ തുടരും. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ അതിപുരാതനമായ നൊച്ചിയൂർ പുളിങ്കോട്ടുകണ്ടൻ ശാസ്താക്ഷേത്രത്തിലെ മുഖമണ്ഡപ സമർപ്പണം ഇന്ന്. ജനം TV MD ചെങ്കലസ് രാജശേഖരൻ നായരും കുടുംബവും ക്ഷേത്ര മുഖമണ്ഡപം നാടിന് സമർപ്പിക്കും. പൊതുസമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തെക്കൻ തിരുവിതാംകൂർ
തിരുവിതാംകൂറിലെ അതിപുരാതനമായ നൊച്ചിയൂർ പുളിങ്കോട്ട് കണ്ടൻ ശാസ്താ ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്ര മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ 2ാം ദിനമായ ഇന്ന് ക്ഷേത്ര മുഖമണ്ഡപം നാടിന് സമർപ്പിക്കും. ജനം TV MDയും ക്ഷേത്ര ട്രസ്റ്റ് രക്ഷാധികാരിയുമായ ചെങ്കൽ എസ് രാജശേഖരൻ നായരും കുടുംബവുമാണ് ക്ഷേത്ര മുഖമണ്ഡപം നാടിന് സമർപ്പിക്കുക. 4 ചുമരുകൾ മാത്രമുണ്ടായിരുന്ന ക്ഷേത്രം ഈ വിധം പുനർനിർമ്മിക്കാനായത് പ്രത്യേക അനുഭൂതിയെന്ന് ചെങ്കൽ എസ് രാജശേഖരൻ നായർ പറഞ്ഞു. ഈ ഒരു സംഭവത്തിൽ ഇതൊക്കെ ഈ ക്ഷേത്രമൊക്കെ ചെയ്യുവാനൊക്കെ സാധിച്ചത് എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഞാൻ ചെയ്തുവെങ്കിലും ഇതെൻ്റെ നാട്ടിൽ വന്നിട്ട് ഇത് ചെയ്ത് ഈ നാട്ടിന് സമർപ്പിക്കുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. എൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിൽ നിന്നും നമുക്ക് ഒരുപാട് മനസ്സമാധാനം കിട്ടും. അത് ഈ നാട്ടിന് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഞാനിവിടെ ക്ഷേത്രം ചെയ്തു. അവരുടെ ശൗചാലയം, ടോയ്ലറ്റും സൗകര്യമൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 500 വർഷം പഴക്കമുള്ള ക്ഷേത്രം ശനിദോഷ നിവാരണത്തിന് പേരുകേട്ടതെന്ന് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് S രാധാകൃഷ്ണൻ. വളരെ ആൾക്കാരുടെ വളരെ സഹകരണത്തോടു കൂടിയിട്ട് ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാ ആൾക്കാരെയും സഹകരിപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, ഈ ക്ഷേത്രം ശനിദോഷത്തിന് തെക്കൻ തിരുവിതാംകൂറിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടെയാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വരികയും ഇവിടെ ദർശനം നടത്തുകയും ഈ കാര്യങ്ങൾ വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നവർക്ക് വളരെ പുണ്യം കിട്ടുമെന്നാണ് ഇവിടുത്തെ പൂർവികർ സാധാരണയായി പറയാറുള്ളത്. മുഖമണ്ഡപ സമർപ്പണത്തിന് ശേഷമുള്ള പൊതുസമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി ആശംസകൾ അർപ്പിക്കും. ചടങ്ങിൽ RSS പ്രാന്ത സംഘചാലക് പ്രൊഫസർ രമേശൻ, RSS മുതിർന്ന പ്രചാരകൻ S സേതുമാധവൻ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി, MLA K ആൻസലൻ തുടങ്ങിയ പ്രമുഖരും പങ്കെടുക്കും. ജനം, തിരുവനന്തപുരം. ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലനെ അനുസ്മരിച്ച തലസ്ഥാന നഗരി അനുസ്മരണ സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിനിമാ വ്യവസായത്തെ ലാഭകേന്ദ്രമായി കാണാത്ത മനുഷ്യനാണ് ഗാന്ധിമതി ബാലനെന്ന് മന്ത്രി അനുസ്മരിച്ചു. മലയാളിക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത ജയകൃഷ്ണനെയും ക്ലാരയെയും സമ്മാനിച്ച കലാകാരൻ, പഞ്ചവടിപ്പാലം എന്ന സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് പുതിയ ദിശാബോധം നൽകിയ നിർമ്മാതാവ്, സൗഹൃദമെന്ന വാക്കിനൊപ്പമല്ലാതെ മലയാള സിനിമയ്ക്ക് ഓർമ്മിക്കാൻ കഴിയാത്ത മനുഷ്യൻ. ഗാന്ധിമതി ബാലൻ നമ്മോടൊപ്പം ഇല്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അല്പസമയം കഴിഞ്ഞ സദസ്സിലൂടെ ഗാന്ധിമതി ബാലൻ തിരിച്ച് വീതിയിലേക്ക് വരും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് ഓർക്കാൻ, ഓർമ്മിക്കാൻ, ആദരിക്കാൻ കഴിയുന്ന ഒരു വിശിഷ്ടമായ വ്യക്തിത്വം സിനിമാ ലോകത്ത് മാത്രമല്ല ജീവിത ധർമ്മനിർവഹണത്തിൻ്റെ ഒരു ഐതിഹാസികമായ യാത്രയും അനുകരിക്കാനും ഉൾക്കൊള്ളാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ അനുവചനീയമായ ഒരു ജന്മം. സൗഹൃദത്തിന്റെ തീഷ്ണത എണ്ണിപ്പറഞ്ഞ നടനും MLA-യുമായ M മുകേഷ്. ബാലൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വെൽവിഷറാണ് അദ്ദേഹം. പാട്ട് പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടില്ല. പക്ഷെ പാട്ടുകാരുമായിട്ടൊക്കെ ഇത്രയും സ്നേഹബന്ധം പുലർത്തുന്നവർ, അഭിനേതാക്കൾ, പ്രൊഡ്യൂസേഴ്സ്, രാഷ്ട്രീയക്കാർ, എല്ലാ മേഖലകളിലും, കേരളത്തിൽ മാത്രമല്ല ആ കാലഘട്ടത്തിൽ ചെന്നൈയിലും, അന്ന് മദ്രാസാണ്, അപ്പൊ എല്ലാ സ്ഥലത്തും ഒരേപോലെ സിനിമയിൽ വരാൻ ആഗ്രഹിച്ച ആളല്ല അദ്ദേഹം. പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ബൈ ചാൻസിൽ സുഹൃത്ത്, സൗഹൃദം, അതിന്റെ കൂടത്തിലുള്ള ഒരു വാക്കുകളുണ്ട് സഹായം. സഹായിക്കാൻ വേണ്ടി അദ്ദേഹം പല സന്ദർഭങ്ങളിലും എടുത്ത് ചാടിയിട്ടുള്ളതാണ് സിനിമയിലേക്ക് വന്ന ഒരു ചാട്ടം. ആദ്യത്തെ സിനിമ ഇത്തിരി കാര്യം ഒത്തിരി നേരം, അത് ബാലചന്ദ്രമേനോന്റെ സിനിമ കുറച്ച് പൈസ കിട്ടിയും കൂടെ ചെയ്തപ്പോൾ അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായി. മുൻമന്ത്രിയും നിർമ്മാതാവുമായ ഷിബു ബേബി ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DGP പത്മകുമാർ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ S അയ്യർ തുടങ്ങി സിനിമ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവം, അതിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. ഉപ്പുതറ സ്വദേശി സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, മക്കളായ ദേവൻ, ദിയ എന്നിവരെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്.
കടബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം സജിനും ഭാര്യയും ആത്മഹത്യ ചെയ്തതാകാമെന്നും പോലീസ് സംശയിക്കുന്നു. കൂട്ടാത്മഹത്യയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി മുന്നറിയിപ്പായി പറഞ്ഞോട്ടെ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്ത് കാരണമുണ്ട് എങ്കിൽ പോലും ആത്മഹത്യയിലേക്ക് പോകരുത്. വിദഗ്ധരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മുന്നേറുകയാണ് പ്രധാനം. എങ്കിലും നമുക്ക് ചോദിക്കാം സുബിനോട്, എന്താണ് സംഭവിച്ചത്? സുബിൻ, ഉപ്പുതറയിൽ പോലീസിന്റെ നിഗമനം എന്താണ്? കുടുംബത്തിന്റെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സമ്മർദ്ദമാണ് എന്ന തരത്തിലേക്ക് തന്നെയാണ് നിലവിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. കഴിഞ്ഞ 2 മാസമായി സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ ജീവനക്കാർ സജീവനെ ഫോണിൽ വിളിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം സജീവൻ അവർ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇന്നലെ സംസാരിച്ചപ്പോൾ സജീവന്റെ പിതാവ് തന്നെ വ്യക്തമാക്കിയത്. ഇന്നലെയും സമാനമായ രീതിയിൽ ഈ ജീവനക്കാർ, ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ സജീവനെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ സജീവന്റെ പിതാവിനെയും വിളിച്ചിരുന്നു. ആ സമയത്തെല്ലാം ഈ പണം അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് അവർ സംസാരിച്ചു എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും സജീവിന്റെ വീട്ടിൽ നിന്ന് ഒരു കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ആ കുറിപ്പിലും ഈ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെയാണ് ആ കുറിപ്പിലെ വാക്കുകൾ ഉള്ളത് എന്നുള്ളതാണ് ഇന്നലെ ഇടുക്കി എസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം 4:30 കൂടിയാണ് ഇത്തരത്തിൽ വീടിനുള്ളിൽ തന്റെ 6ഉം 4ഉം വയസ്സുള്ള 2 മക്കളെയും ഭാര്യയുമായി സജീവ് തൂങ്ങി മരിക്കുന്നത്. 3 ലക്ഷത്തോളം രൂപയാണ് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഓട്ടോറിക്ഷ വാങ്ങുന്നതിനായി സജീവ് എടുത്തിരുന്നത്. ഇതിൽ 7 തവണ അടയ്ക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 1 മാസത്തേക്ക് കുടിശ്ശിക ഉണ്ടായതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉടലെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം 2ാമത്തെ മാസം, അതായത് 27-ാം തീയതിയാണ്, വരുന്ന 27-ാം തീയതിയാണ് ഈ തുക അടയ്ക്കേണ്ടത്. ഈ തുക അന്ന് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ സമ്മതിച്ചില്ല. ഈ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ സമ്മതിച്ചില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇന്നലെ സജീവന്റെ പിതാവ് വ്യക്തമാക്കിയത്. ഈ പ്രദേശത്ത് മറ്റു തരത്തിലുള്ള കടങ്ങളോ അല്ലെങ്കിൽ വലിയ കടബാധ്യതകളോ ഒന്നും തന്നെ സജീവനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാരണം മാത്രമാണോ ഈ ഒരു കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചത് നടക്കുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും ഈ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്താനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സജീവനെ അലട്ടിയിരുന്നു, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ സജീവിന്റെയും കുട്ടികളുടെയും ഭാര്യയുടെയും മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് തീരുമാനം. രാവിലെ 10 മണിയോടുകൂടി ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നതിന് ശേഷമാവും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഏതായാലും ഉപ്പുതറ പോലീസിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കൃത്യമായ ഒരു അന്വേഷണം നടത്തി വരികയാണ്. ഓക്കെ, ശരി സുബിൻ. കടുത്ത വേനലിൽ നാട്ടിലെ കിണറുകളൊക്കെ വറ്റിത്തുടങ്ങി. പക്ഷേ വെള്ളം നിറഞ്ഞ് ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന കണ്ണൂർ കടന്നപ്പള്ളിയിലെ പൊന്നിശ്ശേരി നിച്ചോളം കുളം കാണാം. ഒരു നാടിൻ്റെ ഒന്നാകെ ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ ഈ കുളത്തിന് പരിഹാരം കാണാൻ കഴിയും. പക്ഷേ ഈ കുളം ഏറ്റെടുത്ത് കൃത്യമായി സംരക്ഷിക്കണം എന്നുകൂടി നാട്ടുകാർ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് അധികൃതരുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ഇവർ പറയുന്നു. വളപട്ടണത്തെ ഓട് നിർമ്മാണ കമ്പനിക്ക് വേണ്ടി കളിമണ്ണ് ശേഖരിച്ച സ്ഥലമാണ് കുളമായി മാറിയത്. 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്തെ കുളം ഇന്ന് വലിയൊരു ജലസംഭരണി കൂടിയാണ്. കടുത്ത വേനലിലും നാട്ടിലെ കിണറുകളൊക്കെ വറ്റിയാലും ഈ കുളത്തിൽ വെള്ളം സുലഭമാണ്. നാട്ടുകാർ പല ആവശ്യങ്ങൾക്കും വെള്ളം ഉപയോഗിക്കാറുമുണ്ട്. കുളം ശാസ്ത്രീയമായി സംരക്ഷിച്ചാൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിനുൾപ്പെടെ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ഒരുപാട് ആൾക്കാർ ഈ കുളം കാണാനും മറ്റുള്ള ഇതിനെല്ലാം വേണ്ടി ഇവിടെ ഫാമിലി ആയിട്ടെല്ലാം വന്ന് വൈകുന്നേരങ്ങളിൽ വന്ന് ഇവിടെ ഇരിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്നവരുടെ കൂടെ പുറമേ നിന്നുള്ള കുറച്ച് ചെറുപ്പക്കാരെല്ലാം വന്ന് മദ്യപാനം അങ്ങനെ മറ്റുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ഇത് കാണാൻ വരുന്നവർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. അപ്പം ഇത് പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും ഇതിൽ സ്കീമിൽ ഉൾപ്പെടുത്തി കുളമൊന്ന് നവീകരിച്ച് കുറച്ചും കൂടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഈ സമീപവാസികളായ നമ്മൾക്കെല്ലാവർക്കും വലിയൊരു ഉപകാരമായിരിക്കും. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഈ കുളത്തിന്റെ പരിസരം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നുണ്ട്. ഇനിയും ശ്രദ്ധിക്കാതെയിരുന്നാൽ ഇല്ലാതാവുക വലിയൊരു ജലസമ്പത്ത് തന്നെയാകും. അതിന് അവസരം നൽകാതെ കുളം പഞ്ചായത്ത് ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, കണ്ണൂർ.
ഇത് സംരക്ഷിക്കണം, ഇത് വേനലിലും വറ്റാതെ കിടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത്രയും മനോഹരമായ ജലാശയമൊക്കെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. നശിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്, നമുക്ക് തന്നെ സംരക്ഷിക്കാനും കഴിയും. അപ്പോൾ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്ക് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുന്നതും ഇതാണ്. കൊല്ലം കരുനാഗപ്പള്ളി പാവുമ്പയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു കാവുണ്ട്. പക്ഷേ ഈ കാവ് കയ്യേറാൻ ശ്രമം നടക്കുന്നു. ഈ കയ്യേറ്റത്തിന് പഞ്ചായത്ത് അധികൃതർ ഒത്താശ ചെയ്യുന്നതായും പരാതി ഉയരുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും വിശ്വാസികൾ ആരാധന നടത്തി വരുന്നതുമായ പാവുമ്പ തെന്നലക്കാവാണ് പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടെ കയ്യേറാനുള്ള ശ്രമം നടക്കുന്നത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അത്യപൂർവ സസ്യങ്ങൾ നശിപ്പിക്കുകയും ആരാധന നടത്തി വന്നിരുന്ന ചിത്രകൂടത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഒരേക്കറോളം വരുന്ന ഭൂമി നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെയുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബം തെന്നല കുടുംബത്തിന് കൈമാറുകയായിരുന്നു. എല്ലാ വർഷവും മകരമാസത്തിലെ ആയില്യം നാളിൽ തെന്നല കുടുംബവും നാട്ടുകാരും ചേർന്നാണ് കാവിൽ പൂജകൾ ചെയ്തു വരുന്നത്. പൂജ നടത്തിവരുന്ന അഖില സർപ്പങ്ങളുടെ ചിത്രകൂടങ്ങൾക്ക് മുകളിലേക്കാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൃക്ഷങ്ങൾ വെട്ടിയിട്ട് കേടുപാടുകൾ വരുത്തിയത്. റവന്യൂ ഭൂമി എന്നാരോപിച്ചാണ് കയ്യേറ്റ ശ്രമം. ഇതിനെതിരെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായെത്തി. പിന്നാലെ കളക്ടറെ കാണുകയും പരാതി നൽകുകയും ചെയ്തു. ഹിന്ദു ഐക്യവേദിയുടെ പരാതിയിൽ നിലവിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബം പ്രതിഷ്ഠ ചെയ്ത സർപ്പപ്രതിഷ്ഠയും കാവും കുളവും അടങ്ങുന്ന സ്ഥലമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ നശിപ്പിച്ചത്. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് വിശ്വാസികളുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നത്. ജനം, കൊല്ലം. മലപ്പുറം വേങ്ങരയിൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയതായി പരാതി. കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെയാണ് പരാതി ഉയരുന്നത്. 1.5 വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ല എന്നും പരാതിയുണ്ട്. മുത്തലാഖ് ചൊല്ലുന്ന ഓഡിയോ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. കേൾക്കാം. അന്നോട് വെച്ചെട്ടിട്ടേ എത്ര നല്ല മുതലല്ലേ ഇപ്പൊ വെച്ചെട്ടാൻ പറ്റിയൊരു മുതലേ പള്ളി മുഖേന ഞാൻ എന്റെ മോളെ 1, 2, 3 ചെല്ലിയിരുന്നു. തീർത്തോ ഒരു ഒപ്പിടുള്ളടത്ത് ഒപ്പിട്ടരാം. തീർത്തു പോ. അതാണ് ആൺകുട്ടികൾ. അല്ല കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു ഇത്ര കാലം ഞാൻ ഉണ്ടാകുന്നു. എനിക്ക് തരാനുള്ള സംഗതി മുഴുവൻ തെന്നതിന് ശേഷം വേണമെങ്കിൽ ഒപ്പിടാ, എവിടെ വേണമെങ്കിലും ഒപ്പിടാ. അല്ലാതെ എന്റെ ഉടായ്പിന്റെ പരിപാടി ഒന്നും നടക്കൂല മോനെ. എന്ത് തരാനുള്ളത് അത് അതിനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തെരുവ് മുഖേന എനിക്ക് തരാനുള്ളത് എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും. അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ഞാൻ എന്റെ ഇതിന് സ്ഥലത്ത് നിൽക്കല്ല. ഇത് കുറെ കുട്ടി വിചാരിച്ച് നിൽക്കല്ല. പിന്നെ ഇതിന്റെ ഒന്നായിട്ട് തിരികും. എന്റെ പെണ്ണ് വെച്ച് ആസ്പത്രി പോയിട്ട് തിരിഞ്ഞു നോക്കിയാത്ത ഇജാണ് തിരിക്കാൻ പോകുന്നുണ്ട്. ആദ്യം നല്ല കടം വീട്ടാൻ നോക്കി ഒരു പഞ്ചം മരിച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത സാധനങ്ങള്. ഒരു കൊല്ലം മുന്നേ ഞാൻ എന്റെ മോളെ കാര്യം തീർക്കാൻ ചലിച്ചല്ലേ അല്ലേ. സ്വന്തം കൂടപ്പുറപ്പ് പോയിട്ട് എനിക്ക് ഒരു ഇതില്ലാത്ത മനുഷ്യരാണ്. ഇങ്ങോട്ടാണ് മറ്റുള്ളവരെ നേർക്കെടുക്കുന്നുണ്ട്. ശിവദാസ് കന്മനം ചേരുന്ന വിവരങ്ങളുമായി. ശിവദാസ്, സ്ത്രീയുടെ ജീവിതം വെച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഫോണിലൂടെയുള്ള മുത്തലാഖ് ചൊല്ല് വീണ്ടും ഉണ്ടായിരിക്കുന്നു. അതിനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? വീണ, മലപ്പുറം വേങ്ങരയിലാണ് ഇത്തരത്തിൽ ഫോൺ വഴിയുള്ള മുത്തലാഖ് ചൊല്ലി ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നത്. 1.5 വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ യുവതിയുടെ മുത്തലാഖാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതായത് 1.5 വർഷം മുൻപ് ഇവരുടെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം ഈ യുവതിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് സാധാരണ അസുഖമാണ്. അത് പിന്നീട് ആശുപത്രിയിൽ പോയി ചികിത്സിച്ചു. പിന്നീട് യുവതിയുടെ വീട്ടിലേക്കാണ് അവർ എത്തിയത്. പക്ഷേ അതിനുശേഷം ഈ ഭർത്താവ് കൊണ്ടോട്ടി സ്വദേശിയായ വീരാൻകുട്ടി ഒരിക്കൽ പോലും യുവതിയുടെ വീട്ടിലേക്ക് വന്നില്ല. ഇക്കാര്യം ഭാര്യയുടെ ഈ വീട്ടുകാർ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ ഫോൺ വഴിയുള്ള മുത്തലാഖ് ചൊല്ലിയിരിക്കുന്നത്. ആ ഫോൺ സംഭാഷണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടിരിക്കുന്നത്. ഏകദേശം 1.5 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഇവർക്ക് 11 മാസം പ്രായമായ ഒരു കുഞ്ഞുമുണ്ട്. നമുക്കറിയാം, ഏകദേശം 1.5 മാസം മുൻപ് മലപ്പുറം ജില്ലയിൽ തന്നെ നടുവട്ടം എന്ന സ്ഥലത്തും ഇത്തരത്തിലുള്ള മുത്തലാഖ് ചൊല്ലി ബന്ധം അവസാനിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. നിയമം വഴി നിരോധിച്ച ഒരു സംഭവം ആയിട്ട് പോലും ഇപ്പോഴും അത് തുടരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ മലപ്പുറം വേങ്ങരയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഫോൺ വഴി ഏറെ നേരം തർക്കിച്ചതിന് ശേഷം 1, 2, 3 എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മകളെ ഒഴിവാക്കുകയാണ് എന്ന് കൃത്യമായി തന്നെ ആ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അതായത് യുവതിയുടെ രക്ഷിതാവുമായുള്ള ഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ ഫോൺ സംഭാഷണത്തിലാണ്
കൃത്യമായി പറയുന്നത് 1, 2, 3 എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മകളെ ഒഴിവാക്കുകയാണ്, ഇനി നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊയ്ക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ വഴി നിങ്ങൾ തേടിക്കോളൂ എന്ന് അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് ഇപ്പോഴും ഇത്തരത്തിലുള്ള മുത്തലാഖ് സംഭവങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. നിയമം വഴി ഇത് നിരോധിക്കപ്പെട്ടിട്ടും ഇപ്പോഴും ഇത് തുടരുന്നു. മലപ്പുറം ജില്ലയിൽ തന്നെ 2 മാസത്തിനിടെ മാത്രം നടന്ന രണ്ടാമത്തെ സംഭവമാണ് ഇത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടി എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഫോൺ വഴി മുത്തലാഖ് ചൊല്ലി ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നത്. വീണ. ശരി ശിവദാസ്, ഇത്തരം പരാതികളൊക്കെ പിന്നീട് എങ്ങനെ കണക്കിലെടുക്കപ്പെടുന്നു എന്ന ആശങ്ക കൂടി നമുക്കുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത് നിയമം മൂലമൊക്കെ നിരോധിച്ചതാണ് എങ്കിലും. എറണാകുളത്ത് അഭിഭാഷകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ജില്ലാ ബാർ അസോസിയേഷൻ ആഘോഷത്തിനിടെ എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം ഉണ്ടായത്. 16 SFI പ്രവർത്തകർക്കും 8 അഭിഭാഷകർക്കും പരിക്കേൽക്കുകയും ചെയ്തു. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, എന്തിനാണ് ഇവർ ഏറ്റുമുട്ടിയത്? വീണ, ഇന്നലെ രാത്രി ബാർ അസോസിയേഷൻ്റെ വാർഷികാഘോഷ പരിപാടികൾ ഈ ഒരു ഭാഗത്ത് നടക്കുകയായിരുന്നു. ഇതിനിടയിൽ SFI വിദ്യാർത്ഥികൾ ഇവിടെ എത്തി. SFI വിദ്യാർത്ഥികൾ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു എന്നൊരു ആരോപണമാണ് അഭിഭാഷകർ ഉന്നയിക്കുന്നത്. തീർത്തും വലിയൊരു സംഘർഷ സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. കസേരകളെല്ലാം തന്നെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു. പ്ലേറ്റുകൾ വാരി വലിച്ചിട്ട നിലയിലാണ് എല്ലാം. അത്തരത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. തങ്ങൾക്ക് കോളേജിൽ ചില പരിപാടികൾ ഉണ്ടായിരുന്നു. ആ പരിപാടികളുടെ ഒരുക്കങ്ങളിലായിരുന്നു തങ്ങൾ രാത്രി 12:30 കോളേജിലുണ്ടായിരുന്നത്. ഈ സമയത്ത് ഇവിടെ ചില പരിപാടികൾ നടക്കുന്നു എന്നറിഞ്ഞത് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വരികയായിരുന്നു. അവിടെ അഭിഭാഷകർ സംഘർഷം ഉണ്ടാക്കിയതാണ്. തങ്ങളുമായി മനഃപൂർവ്വം സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നൊരു കാര്യമാണ് SFI വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. വലിയ തോതിൽ തന്നെ ഇരു കൂട്ടരും ഏറെ നേരം ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെയാണ് പൂർണ്ണമായി ഈ കസേരകളെല്ലാം തല്ലി തകർത്ത് ആണ് വിദ്യാർത്ഥികൾ പോയിരിക്കുന്നത്. അടിച്ചു തകർത്തിട്ടുണ്ട്. നിരവധി പേർക്ക് ഇരു വിഭാഗത്തു നിന്നും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ നിലയിൽ ഒരു കലാപരിപാടികൾ അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ അവിടെ എത്തി വിദ്യാർത്ഥികൾ അഭിഭാഷകരോടും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ളവരോടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു എന്നൊരു കാര്യമാണ് അഭിഭാഷകർ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്ന് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ ഏറെ നേരം അർദ്ധരാത്രിയിലാണ് ഒരു സംഘർഷം ഉണ്ടായത്. ഏറെ നേരം ഈ സംഘർഷം നിലനിന്നു. അതിനുശേഷം ഈ ഒരു വളപ്പിൽ നിന്നും അസോസിയേഷൻ ഓഫീസടക്കം പ്രവർത്തിക്കുന്ന വളപ്പിൽ നിന്നും പിന്നീട് പുറത്തേക്ക് ആ സ്റ്റേജിലടക്കം നമുക്ക് കാണാൻ കഴിയും. ഈ സംഘർഷത്തിൻ്റെ ബാക്കി പത്രമായ ഭാഗങ്ങൾ ഇവിടെയെല്ലാം വലിച്ചുവാരി ഇട്ടിരിക്കുന്നു. കുപ്പിച്ചില്ലുകളും ഒപ്പം തന്നെ പ്ലേറ്റുകളും എല്ലാം തച്ചുടച്ച നിലയിൽ കാണാൻ കഴിയും. മാത്രമല്ല ഏറ്റുമുട്ടിയ പരസ്പരം ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിഭാഷകരുടെ മോശം പെരുമാറ്റമാണ് സംഘർഷത്തിന് കാരണമായതെന്നാണ് SFI ആരോപിക്കുന്നത്. അഭിഭാഷകർ മദ്യപിച്ച് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ശല്യം ചെയ്തെന്നും ഇത് ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് വിദ്യാർത്ഥികളെ ആക്രമിച്ചതെന്നുമുള്ള ഒരു വിശദീകരണമാണ് SFI നൽകിയിരിക്കുന്നത്. 16 SFI പ്രവർത്തകർക്കും 8 അഭിഭാഷകർക്കുമാണ് ഈ ഒരു ഏറ്റുമുട്ടലിൽ പരിക്കേൽക്കുകയും ചെയ്യുന്നത്. മുമ്പും അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ വാക്കുതർക്കവും സംഘർഷവും എല്ലാം ഉണ്ടാകുന്ന ഒരു പതിവുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നേരിട്ട് ഏറ്റുമുട്ടുകയും പരസ്പരം ആക്രമിക്കുകയും എല്ലാം ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഒരു സംഘർഷം മാറിയിരിക്കുന്നു. പോലീസ് വിശദമായ ഒരു അന്വേഷണം തന്നെയാണ്. 2 കൂട്ടരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിക്കേറ്റ് ആശുപത്രികളിൽ കഴിയുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ഒപ്പം തന്നെ അഭിഭാഷകരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം കോടതി വളപ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. സാധാരണ നിലയിൽ കോടതിക്ക് അകത്തേക്ക് ഇത്തരത്തിൽ കയറുന്നതിന് പോലും കർശനമായ ഒരു പരിശോധനകൾ ആവശ്യമാണ്. അല്ലെങ്കിൽ കോടതി വളപ്പിലേക്ക് പുറത്തുനിന്ന് ഉള്ള ആളുകൾക്ക് കയറുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇങ്ങനെയൊരു കലാപരിപാടി ഇവിടെ നടക്കുന്നിടത്തേക്ക് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ എത്തുന്നതും അത് പരസ്പരമുള്ള ഒരു വാക്കുതർക്കത്തിലേക്കും ഏറ്റുമുട്ടലിലേക്കും സമാനതകളില്ലാത്ത ഒരു സംഘർഷത്തിലേക്കും എല്ലാം തന്നെ നീങ്ങുകയും ചെയ്തത്. മുമ്പും വിദ്യാർത്ഥികൾ ഇവിടെ കലാപരിപാടികൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ പുറത്തുനിന്ന് വരാറുണ്ട് എന്ന കാര്യം അഭിഭാഷകർ പറയുന്നുണ്ട്. ആ സമയങ്ങളിലൊന്നും മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ തങ്ങൾ അതിനെ എതിർക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ വിദ്യാർത്ഥികളിൽ നിന്ന് ചില മോശം പെരുമാറ്റങ്ങൾ ഉണ്ടായപ്പോൾ അത് ചോദ്യം ചെയ്യുകയായിരുന്നു എന്ന കാര്യമാണ് എന്നൊരു വിശദീകരണമാണ് ഈ അഭിഭാഷകർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. ഇരുകൂട്ടരും അങ്ങനെ പരസ്പരം പഴിചാരി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ 2 കൂട്ടരും വലിയ ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെയായിരുന്നു ഈ സംഘർഷത്തിൽ നീങ്ങിയത്. ഓക്കെ, ശരി ജിജീഷ്.
മുനമ്പം ഭൂമി കേസിൽ വഖഫ് ട്രൈബ്യൂണൽ ഇന്നും വാദം തുടരും. ഭൂമി വഖഫാണോ ദാനമാണോ എന്നാണ് കോടതി ഇന്ന് പരിശോധിക്കുക. അതോടൊപ്പം മുനമ്പത്ത് നടന്ന ഭൂമി വിൽപ്പനകളുടെ എല്ലാ രേഖകളും ഹാജരാക്കാൻ ഫറൂഖ് കോളേജിനോട് വഖഫ് ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിരുന്നു. പറവൂർ സബ് കോടതിയിലെ മുനമ്പം കേസ് രേഖകൾ വിളിച്ചുവരുത്തി പരിശോധിക്കണമെന്ന ഹർജി വഖഫ് ട്രൈബ്യൂണൽ തള്ളിയതിനു പിന്നാലെ ഹൈക്കോടതി സമീപിക്കാനുള്ള നീക്കത്തിലാണ് വഖഫ് ബോർഡ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, വിവരങ്ങൾ എന്താണ്? ഭേദഗതി ബില്ല് പാസ്സായി, വലിയൊരു ആശങ്ക അവിടെ ഒഴിവായി. പക്ഷെ ഇപ്പോഴും കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ ഈ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. ഈ ഫറൂഖ് കോളേജ് കഴിഞ്ഞ ദിവസമാണ് മുൻപാണ് ഈ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. പ്രധാനമായും ഫറൂഖ് കോളേജ് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 2019 ഈ ഭൂമി, മുനമ്പത്തെ ഭൂമി, ഈ വഖഫ് ബോർഡ് വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്ട്രേഷൻ നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഫറൂഖ് കോളേജ് വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളാണ് ഈ കോഴിക്കോട്ടെ വഖഫ് ട്രിബ്യൂണലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം ഈ വഖഫ് ട്രിബ്യൂണൽ പരിശോധിച്ചത് ഈ സിദ്ദിഖ് സേട്ട ഫറൂഖ് കോളേജിന് ഈ ഭൂമി കൈമാറിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആധാരമാണ് ആദ്യ ദിവസം തന്നെ പരിശോധിച്ചിരുന്നത്. ഈ ആധാരത്തിൽ ക്രയവിക്രയം നടത്താം, ഏതെങ്കിലും തരത്തിൽ ഈ ഫറൂഖ് കോളേജ് ഇല്ലാതായാൽ ഈ ഭൂമി തിരിച്ച് സിദ്ദിഖ് സേട്ടിന്റെ കുടുംബത്തിന് നൽകണം എന്നതടക്കമുള്ള ഉടമ്പടികൾ വെച്ചുകൊണ്ടാണ് ഈ ഭൂമി തന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് വഖഫല്ല എന്നാണ് ഈ ഫറൂഖ് കോളേജ് കോടതിയിൽ വഖഫ് ട്രിബ്യൂണൽ വാദിച്ചിരുന്നത്. എന്നാൽ ഈ വഖഫ് ബോർഡ് ഉന്നയിച്ചത് ഇത് വഖഫ് ഭൂമിയാണ് എന്നതാണ്. അതായിരുന്നു ആദ്യ ദിവസങ്ങളിൽ നടന്ന വാദം. പിന്നീട് രണ്ടാമത്തെ ദിവസത്തിൽ ഈ ജഡ്ജ്മെന്റ്, ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ കോടതികളിൽ നടന്നിട്ടിരിക്കുന്ന ജഡ്ജ്മെന്റിനെ കുറിച്ചുള്ള വാദങ്ങളായിരുന്നു കോടതിയിൽ നടന്നിരുന്നത്. എന്തായാലും ഇന്ന് കോടതി വഖഫ് ട്രിബ്യൂണൽ പ്രധാനമായും പരിശോധിക്കുന്നത് ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. ഈ മുനമ്പത്തെ ആ ഭൂമി അത് വഖഫാണോ അല്ലെങ്കിൽ ദാനമാണോ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ട്രിബ്യൂണൽ പരിശോധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫറൂഖ് കോളേജ് ഭൂമി വിറ്റിരുന്നു. ഈ ഭൂമി വിറ്റതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കോടതിയിൽ ഹാജരാക്കാൻ ട്രിബ്യൂണൽ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രേഖകളും കോടതിയിൽ ഈ ഫറൂഖ് കോളേജ് ഹാജരാക്കും. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിലേറെ വഖഫ് ട്രിബ്യൂണൽ ഏറെ നിർണായകമായിരിക്കും. കാരണം തർക്കം നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് വഖഫാണ് എന്ന് വഖഫ് ബോർഡും അല്ല, ഇത് ദാനമായി കിട്ടിയ ഭൂമിയാണെന്ന് ഫറൂഖ് കോളേജുമാണ് വാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലൊരു തീരുമാനമെടുക്കാനാണ് ഇന്ന് വഖഫ് ട്രിബ്യൂണലിന്റെ നീക്കം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രേഖകളും ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ വഖഫ് ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്നത്. വീണ, ഓക്കെ, ശരി. വഖഫ് ഭേദഗതി ബില്ല് പാസാക്കി കേന്ദ്ര സർക്കാരിനുള്ള ജനപിന്തുണയേറുകയാണ്. മുനമ്പത്ത് ഏപ്രിൽ 15 കേന്ദ്രമന്ത്രി കിരൺ റിജിജു പങ്കെടുക്കുന്ന അഭിനന്ദൻ സഭ ചരിത്ര സംഭവമാക്കാനൊരുങ്ങി മുനമ്പം ജനതയും NDAയും. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള പ്രമുഖരുമൊക്കെ പങ്കെടുക്കും. ജിജീഷ് കരുണാകരനുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, എന്താണ് മുനമ്പത്തുകാർ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന രീതി? വീണ, മുനമ്പത്ത് ജനതയുടെ അത് ഏറ്റവും വലിയ ഒരു ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ അവർ കഴിഞ്ഞ കുറേ നാളുകളായി സമരരംഗത്ത് തുടരുന്നതും ഒരു സഹന സമരത്തിൽ മുന്നോട്ട് പോയതുമെല്ലാം തന്നെ ഒരേ ഒരു ആവശ്യം പ്രധാനമായും ഉയർത്തിക്കൊണ്ടായിരുന്നു. കാരണം വഖഫ് ഭേദഗതി ബില്ലിലൂടെ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ഭൂമി അധിനിവേശ ശക്തികൾ കൈയടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിന് പരിഹാരമുണ്ടാക്കണം എന്നത് തന്നെയായിരുന്നു. അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെയാണ് ലോക്സഭയിലും രാജ്യസഭയിലും ആ ബില്ല് പാസ്സാകുന്നു, രാഷ്ട്രപതിയുടെ അന്തിമ തീരുമാനത്തിലേക്ക് നീങ്ങുന്നു. ഈ ഒരു ഘട്ടത്തിൽ വലിയ ഒരു പിന്തുണ തന്നെയാണ് കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്കും എല്ലാം മുനമ്പത്തെ ജനതയിൽ നിന്ന് ഉണ്ടാകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഹ്ലാദ നിമിഷങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. സമരം പിൻവലിച്ചിട്ടില്ല, സമരവുമായി മുന്നോട്ട് പോകുന്നു, അന്തിമ വിജയം വരെ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന അതേ ഘട്ടത്തിൽ പോലും അതിൻ്റെ ഒരു പ്രതീക്ഷയുടെ കണങ്ങൾ മുനമ്പം ജനതയ്ക്ക് ഉണ്ടായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വലിയൊരു സ്വീകരണം കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന് അടക്കം നൽകാനുള്ള ഒരുക്കത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അത്തരമൊരു പരിപാടി അവർ നടത്താൻ ആസൂത്രണം ചെയ്തിരുന്നത്. 9-ാം തീയതിയാണ്. എന്നാൽ കേന്ദ്രമന്ത്രിക്ക് അവിടെയുള്ള മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം മാറ്റിവെക്കേണ്ടി വന്നു. പിന്നീട് 15-ാം തീയതിയിലേക്ക്, ഏപ്രിൽ 15 മാറ്റിയിരിക്കുന്നു. ആ അഭിനന്ദൻ സഭ അത് എന്തുകൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയൊരു ആഘോഷ നിമിഷം തന്നെയാക്കാനാണ് മുനമ്പം ജനതയും മുന്നോട്ട് വരുന്നത്. കാരണം NDAയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ കൂടി മുനമ്പത്തിൻ്റെ
വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഒരു പരിപാടിയിലേക്ക് എത്തുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലവിൽ സമരരംഗത്ത് തുടരുന്ന ആളുകളുണ്ട്, സമരപ്പന്തലിൽ തുടരുന്ന നിരവധി സമര നേതാക്കളുണ്ട്. ആ സമര നേതാക്കളും സമരപ്പന്തലിൽ തുടരുന്ന ആളുകളെല്ലാം തന്നെ അവിടെ എത്തിക്കൊണ്ട് വലിയ ഒരു സമരത്തിലേക്കും ഒരു അഭിനന്ദൻ സഭയിലേക്കും തന്നെയാണ് ഇതെല്ലാം തന്നെ നീങ്ങുന്നത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ശക്തമായ ഒരു പിന്തുണ തന്നെയാണ് അവിടെ പൊതുവായി ഉണ്ടാവുകയും ചെയ്യുന്നത്. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജാമ്യം നൽകരുതെന്നും പ്രായപൂർത്തിയാകാത്ത കാര്യം കേസിൽ പരിഗണിക്കരുത് എന്നുമാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസ് കൊല്ലപ്പെട്ടത്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനഘ, ഈ വിഷയത്തിൽ നമ്മളുടെ മനസാക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ നിയമത്തിന് മുന്നിൽ ഇവർ പ്രായപൂർത്തിയാകാത്തവരാണ്. അപ്പോൾ ഈ കേസ് എങ്ങനെ പരിഗണിക്കപ്പെടും എന്നുള്ളത് നിയമവൃത്തങ്ങൾ തന്നെ നോക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിവരങ്ങൾ എന്താണ്? ഈ ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളായ 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക. ഈ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത്. കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കുറ്റകൃത്യമാണ്. ഈ പ്രതികൾ നടത്തിയ വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് അത് വ്യക്തമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ അതേസമയം വിദ്യാർത്ഥികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, പ്രായപൂർത്തിയാകാത്തതിന് പ്രായത്തിന്റെ പക്വതക്കുറവ് കൊണ്ട് ചെയ്തു പോയ തെറ്റാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ വക്കീൽ കോടതിയിൽ വാദിച്ചിരുന്നത്. എന്തായാലും ഇന്ന് ഈ പ്രതികളായിട്ടുള്ള 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. ഈ വിദ്യാർത്ഥികൾക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ഈ വക്കീലടക്കം പറയുന്നത്. കാരണം എത്രയൊക്കെ വലിയ കുറ്റകൃത്യം ചെയ്തെങ്കിൽ പോലും അവരുടെ പ്രായപൂർത്തിയായിട്ടില്ല എന്നത് കോടതി പരിഗണിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് ഷഹബാസിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഏറെ സങ്കടകരമായ കാര്യമായിരിക്കും. കാരണം ഏറെ ആറ്റുനോറ്റ് ഉണ്ടായ ഒരു മകൻ, അത് 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷം, ആ സംഘർഷത്തിൽ അതിദാരുണമായി ആ മകൻ കൊല്ലപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട 6 വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കളായ വിദ്യാർത്ഥികൾ പോലും ഈ കേസിൽ അകപ്പെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ഇന്ന് 11 മണിയോടെയായിരിക്കും കോടതി ഈ കേസ് പരിഗണിക്കുക. നിലവിൽ കേസിൽ 6 വിദ്യാർത്ഥികളാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി ഇന്ന് പരിഗണിക്കുക. ഓക്കെ, ശരിയാണ്. ഇനി ഈ പെരുമ്പാവൂരിലെ തൊഴിൽ പീഡനം, ഇതിൽ പോലീസ് എടുക്കുന്ന നിലപാട് എന്താണ് എന്നറിയാൻ കഴിയുന്നില്ല. കാരണം അറസ്റ്റ് നടക്കുന്നില്ല. സ്ഥാപനത്തിലെ മുൻ മാനേജർക്കെതിരെ 2 കേസുകളാണ് പെരുമ്പാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ പോലീസ് മടിച്ചിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് അന്വേഷണം ആരംഭിക്കുക തന്നെ ചെയ്തത്. വടകര സ്വദേശിയായ മുൻ മാനേജർ മനാഫിനെ അന്വേഷിച്ച് കോഴിക്കോടേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, എന്ത് നടപടികൾ പോലീസ് ഇതുവരെ സ്വീകരിച്ചു? വീണ, ഈ ഒരു പെരുമ്പാവൂരിലെ തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ടും അതിൽ പ്രചരിച്ച വ്യാജ ദൃശ്യങ്ങളുമായി, അല്ലെങ്കിൽ അത്തരത്തിലാണ് ഈ ദൃശ്യങ്ങളിലുള്ള ആളുകൾ തന്നെ പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്ന ആരോപണം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. കാരണം പരാതിക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മാനേജരെ അന്വേഷിച്ച് കോഴിക്കോടേക്ക് പോലീസ് സംഘം പോകുമെന്നും തുടർ നടപടികൾ ഉണ്ടാകുമെന്നും എല്ലാം അറിയിച്ചിരുന്നു എങ്കിലും അത്തരം നടപടികളിലേക്ക് നീങ്ങുന്നില്ല. തങ്ങളെ ഉൾപ്പെടെ ഉള്ള ദൃശ്യങ്ങളിൽ ഉൾക്കൊള്ളിക്കുകയായിരുന്നു. പൂർണ്ണമായും ആസൂത്രണം ചെയ്ത് പ്രചരിപ്പിച്ചതാണ് എന്ന കാര്യമാണ്. കാരണം ആദ്യം പോലീസിന്റെ ഒരു അന്വേഷണം നീങ്ങിയിരുന്നത് എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള തൊഴിൽ പീഡനം എന്ന നിലയ്ക്കും സമാനതകളില്ലാത്ത ഒരു ക്രൂര പീഡനം നടന്നു, അല്ലെങ്കിൽ ടാർഗറ്റ് തേക്കാൻ കഴിയാത്ത ആളുകൾക്ക് മേൽ വലിയ തോതിലുള്ള പീഡനങ്ങളാണ് അവർ നടത്തിയിരുന്നത്. നിശ്ചിത ലക്ഷ്യങ്ങൾ നൽകിയും അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ വലിയ തോതിലുള്ള മാനസികമായി തകർക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ നായയെ പോലെ നടത്തിക്കുകയും എല്ലാം ചെയ്തത് എന്ന കാര്യമായിരുന്നു ആദ്യ ഘട്ടത്തിൽ പുറത്തു വന്നത്. പിന്നീട് ഈ ദൃശ്യങ്ങളിലുള്ള ആളുകൾ തന്നെ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ആരും അങ്ങനെ നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ അവിടെ അത്തരം ഒരു പെരുമാറ്റം സ്ഥാപനത്തിൽ ആയിട്ടില്ല എന്ന കാര്യമായിരുന്നു. അത് വ്യാജമായി പ്രചരിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ 2 കേസുകൾ കൂടി ഉണ്ടായിരുന്ന മനാഫിന്റെ അന്വേഷണ സംഘം കോഴിക്കോട് പോകുമെന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നെല്ലാം പോലീസ് അറിയിച്ചിരുന്നത് എങ്കിലും തുടർന്ന് അത്തരം നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ പോലീസ് എന്തുകൊണ്ട് വെള്ളിപ്പോക്ക് നയത്തിലേക്ക് ശ്രമിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റാണ് ഇക്കാര്യത്തിൽ
സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരാണ് കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്നെല്ലാമുള്ള ഒരു വിശദീകരണവും ഒരു ഒഴുക്കൻ മറുപടിയും മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. വിശദമായ അന്വേഷണം നടത്താനോ ഈ ആളുകൾ, ഈ ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പരാതി എന്ന് പറയുന്നത് മാനേജർക്കെതിരെയാണ്. ആ മാനേജറെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിലേക്ക് പോകാനോ പോലീസ് തയ്യാറായിട്ടില്ല. വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വലിയ തോതിലുള്ള മാനസിക പ്രയാസം തങ്ങൾക്ക് ഉണ്ടാക്കി എന്നത് ഒരു കാര്യമായിരുന്നു ദൃശ്യങ്ങളിലുള്ള യുവാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇതിലൊന്നും തന്നെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുന്നത്. ശരി ജിജേഷ്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എക്സൈസ്. നടൻ ശ്രീനാഥ് ഭാസിയെ ആദ്യം ചോദ്യം ചെയ്യും. മുൻകൂർ ജാമ്യ ഹർജിയിലെ പരാമർശം കഞ്ചാവ് ഇടപാട് നടന്നതിന്റെ സൂചനയെന്നാണ് എക്സൈസിന്റെ വിലയിരുത്തൽ. പിടിയിലായ സുൽത്താൻ അക്ബർ അലി കഞ്ചാവിനൊപ്പം സ്വർണവും കടത്തിയിരുന്നു എന്നറിയുന്നു. തെളിവ് ലഭിച്ചാൽ അന്വേഷണത്തിന് മറ്റ് കേന്ദ്ര ഏജൻസിയുടെ സഹായം തേടാനും തീരുമാനമുണ്ട്. നിഷ ദിലീപ് ചേരുന്ന വിവരങ്ങളുമായി. നിഷ, അപ്പോൾ എന്താണ് പുതിയ ഡയമെൻഷൻസ്, പുതിയ നീക്കങ്ങൾ ഈ കേസിൽ? നിഷയിലേക്ക് വരാം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്, അതിൽ നടൻ ശ്രീനാഥ് ഭാസി ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. പിന്നീട് കേസിൽ പ്രതി ചേർത്തില്ല എന്ന് കണ്ട മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിക്കുകയായിരുന്നു. അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല എന്ന് കണ്ട് പിൻവലിക്കുകയായിരുന്നു. പക്ഷേ ഈ ജാമ്യാപേക്ഷയിലെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ എക്സൈസ് കേസ് വ്യാപിപ്പിക്കാനൊരു തീരുമാനമെടുത്തത് എന്നറിയുന്നു. അതിൻ്റെ ഭാഗമായി ആദ്യം ചോദ്യം ചെയ്യുകയായിരിക്കും നടപടി. കാരണം ഈ മുൻകൂർ ജാമ്യ ഹർജിയിലെ ഒരു പരാമർശം കഞ്ചാവ് ഇടപാട് നടന്നു എന്നതിൻ്റെ ഒരു സൂചന നൽകുന്നുണ്ട് എന്നാണ് എക്സൈസ് വിലയിരുത്തുന്നത്. അപ്പോൾ ആ ഇടപാട് നടന്നത് എങ്ങനെ, എന്ത്, എപ്പോൾ, ആർക്കു വേണ്ടി, എങ്ങോട്ടേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണല്ലോ. ഏതായാലും ഇപ്പോൾ പിടിയിലായിട്ടുള്ള സുൽത്താൻ അക്ബർ അലി ഈ കഞ്ചാവിനൊപ്പം സ്വർണവും കടത്തിയിരുന്നു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ പക്ഷേ ലഭിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടി തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ എക്സൈസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസായി ഇത് മാറില്ല. മറ്റ് കേന്ദ്ര ഏജൻസിയുടെ സഹായം കൂടി തേടേണ്ടി വരും എന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെയായിരിക്കും ഈ കേസ് ഇനി മുന്നോട്ട് പോവുക, എക്സൈസ് തന്നെയാണോ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കാര്യത്തിലൊക്കെയാണ് വ്യക്തത വരേണ്ടത്. നിഷ, ഞാൻ പറഞ്ഞു നിർത്തിയത് അതാണ്, വ്യക്തത വരാനുണ്ട് പല കാര്യങ്ങളിലും. അത് ശ്രീനാഥ് ഭാസിയിൽ നിന്ന് തുടങ്ങണം. മാത്രമല്ല ഈ സ്വർണവും കടത്തിയിരുന്നു പിടിയിലായ ആൾ എന്ന് പറയുന്നതും ഒരു അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ എക്സൈസിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യില്ല. വിവരങ്ങൾ എന്താണ്? വീണ, ഈ നടൻ ശ്രീനാഥ് ഭാസിയെ ആയിരിക്കും ആദ്യം എക്സൈസ് സംഘം ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നത്. കാരണം ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ താൻ ഇവരുമായി സംസാരിച്ചു. ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ എന്നതിന്റെ സൂചനയായിട്ടാണ് എക്സൈസ് സംഘം ഇതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യാനായി അടുത്ത ആഴ്ച എക്സൈസ് സംഘം നോട്ടീസ് നൽകുമെന്നാണ് വിവരം. ഇതിനുള്ളിൽ തന്നെ അറസ്റ്റിലായി ഇപ്പോൾ റിമാൻഡിലുള്ള തസ്ലീമ സുൽത്താന, ഒപ്പം തന്നെ ഇവരുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, കൂട്ടാളി ഫിറോസ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതിനുശേഷം ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും സിനിമാ മേഖലയിലുള്ള ആളുകളെ വിളിച്ചു വരുത്താനായി എക്സൈസ് സംഘം നോട്ടീസ് അയക്കുന്നത്. മാത്രമല്ല, ഈ ഇന്നലെ ചെന്നൈയിൽ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന സുൽത്താൻ അക്ബർ അലിക്ക് ലഹരിക്കടത്തിനൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് ഉണ്ട് എന്നുള്ള ഒരു സംശയവും എക്സൈസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ പ്രതികളുടെ ഫോൺ സംഭാഷണങ്ങളും ഒപ്പം തന്നെ ഇവരുടെ ഈ ചാറ്റുകളും ഒക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പ്രതികളുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസി ആയിരിക്കും ഈ കേസ് അന്വേഷണം നടത്തുന്നത്. സ്വർണം അടക്കമുള്ള ഈ ലഹരിക്കൊപ്പം തന്നെ സ്വർണവും മലേഷ്യയിൽ നിന്നും ദുബായിൽ നിന്നുമൊക്കെ ഈ സുൽത്താൻ അക്ബർ അലി കടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എക്സൈസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇത് കൃത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസി കൂടി ഈ കേസ് അന്വേഷിക്കുമെന്നും സൂചനകളുണ്ട്. എന്തായാലും ഈ ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന സുൽത്താൻ അക്ബർ അലിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സുൽത്താൻ അക്ബർ അലിയെയും തസ്ലീമിനെയും ഒപ്പം തന്നെ ഫിറോസിനെയും കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം പ്രതികളെ ഒന്നിച്ചിരുത്തിയും അല്ലാതെയും ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെ നീക്കം. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിക്കുന്ന കൂടുതൽ സൂചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും സിനിമാ മേഖലയിലുള്ളവർക്ക് നോട്ടീസ് അയച്ചു വിളിപ്പിക്കുന്നത്. തസ്ലീമ സുൽത്താനെയും ഫിറോസും ആദ്യം ഇവരെ പ്രാഥമികമായി ചോദ്യം ചെയ്തിരുന്നു എക്സൈസ്. ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തസ്ലീമ സുൽത്താന സിനിമാ മേഖലയിലുള്ള
3 നടന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്യലിന് ഹാജരാവാനായി നോട്ടീസ് അയക്കും. അതിന്റെ ആദ്യ പടിയായിട്ടാണ് ശ്രീനാഥ് ഭാസിയെ വിളിച്ചു ചേർത്തുക. അടുത്ത ആഴ്ച തന്നെ ശ്രീനാഥ് ഭാസിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാനായി നോട്ടീസ് അയക്കുമെന്നാണ് എക്സൈസ് നൽകുന്ന സൂചന. ആദ്യം ശ്രീനാഥ് ഭാസി, പിന്നീട് തസ്ലിമ പേര് വെളിപ്പെടുത്തിയ മറ്റുള്ളവർ, അങ്ങനെയായിരിക്കും ചോദ്യം ചെയ്യൽ പോവുക. എന്തായാലും അടുത്ത ആഴ്ച തന്നെ ശ്രീനാഥ് ഭാസിക്ക് നോട്ടീസ് അയക്കാനാണ് എക്സൈസിന്റെ നീക്കം. വീണ. ഓക്കെ, ശരി നിഷ. ഹൈക്കോടതിയിൽ ഇന്ന് പ്രധാനമായും വരുന്ന കേസുകളിലേക്കൊക്കെ പോയാൽ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ച വില അപര്യാപ്തം എന്ന ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് നിതിൻ ജംദാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വിധി പറയുക. ഉദ്യോഗസ്ഥർ എസ്റ്റേറ്റ് ഭൂമി പരിശോധിക്കാതെയാണ് വില നിശ്ചയിച്ചതെന്നാണ് എൽസ്റ്റൺ കോടതിയിൽ വാദം ഉന്നയിച്ചിരുന്നത്. നിലവിൽ കണക്കാക്കിയ 26 കോടി രൂപ അപര്യാപ്തമാണെന്നും മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നുമാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ വാദം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് വിമർശനം. മരണം നടന്ന ആദ്യ 3 ദിവസങ്ങളിൽ നടപടി സ്വീകരിക്കാതിരുന്നതാണ് പ്രതി രക്ഷപ്പെടാൻ കാരണം. IB ഉദ്യോഗസ്ഥയെ പ്രതി ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയെന്ന വിവരം പോലും പോലീസിന് കണ്ടെത്താനായിരുന്നില്ല. ഒളിവിൽ പോയ സുഹൃത്ത് സുഗാന്തിനായുള്ള തിരച്ചിൽ തുടരുകയുമാണ്. വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, ആദ്യഘട്ടത്തിൽ തന്നെ പാളിച്ച സംഭവിച്ചു. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് കൊടുക്കാനാകാത്ത വിധം സുഗാന്ത് ഇപ്പോഴും ഒളിവിൽ തുടരുന്ന സാഹചര്യവും കൂടിയാണെങ്കിലും എന്താണ് നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി? ഈ IB ഉദ്യോഗസ്ഥരുടെ മരണം സംഭവിച്ചതിന് ശേഷം പോലീസ് അന്വേഷണം നടത്തിയതിൽ വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ സുഗാന്തിന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയത് പോലും പോലീസാണ് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപമാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. കാരണം ഈ IB ഉദ്യോഗസ്ഥ മരണപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതിന് ശേഷം പോലീസ് കൃത്യമായ ഒരു ത്വരിത ഗതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയില്ല. ആ ഘട്ടത്തിൽ പോലും ഈ സുഗാന്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലായും ഉന്നയിക്കുന്നത് ഈ IB ഉദ്യോഗസ്ഥയുടെ കുടുംബമായിരുന്നു. ഒപ്പം തന്നെ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നതും ഈ IB ഉദ്യോഗസ്ഥയുടെ കുടുംബമാണ്. പിന്നീട് തുടർച്ചയായി പോലീസ് കഴിഞ്ഞ ആ ഒരു മരണം സംഭവിച്ച് തുടർച്ചയായുള്ള 3 ദിവസം പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിൽ അലംഭാവമുണ്ടായി. ഈ അലംഭാവത്തിനിടയിലാണ് സുഗാന്ത് രക്ഷപ്പെട്ടത് എന്നാണ് കുടുംബം പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ സുഗാന്തിന്റെ വീട്ടിൽ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധന നടത്തിയെങ്കിലും ലാപ്ടോപ്പും മൊബൈലും അടക്കമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ സുഗാന്ത് ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പും മൊബൈലുമാണ് പോലീസിന് പിടിച്ചെടുക്കാൻ സാധിച്ചത്. അതിനപ്പുറത്തേക്ക് സുഗാന്ത് എവിടെയാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണത്തിലേക്ക് നീളാനോ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനോ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം സുഗാന്തിന് ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കിയത് പോലീസാണ് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപം കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നതിന് പിന്നിലുള്ള പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് സുഗാന്തിനെതിരായ പരാതി 3 ദിവസം കഴിഞ്ഞ് കുടുംബമാണ് നൽകുന്നത്. അതിനുശേഷം സുഗാന്ത് ഒളിവിൽ പോയത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പോലീസിനെ അറിയിക്കുന്നത് ഈ കുടുംബം തന്നെയാണ്. ഈ ഘട്ടങ്ങളിലാണ് വലിയ രീതിയിലുള്ള ഒരു ഒളിവിൽ പോകാനുള്ള സാഹചര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പോലീസ് അന്വേഷണത്തിൽ വീഴ്ച വന്നതിന്റെ ഭാഗമായാണ് സുഗാന്തിന് ഒളിവിൽ പോകാൻ സാധിച്ചത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലാണ് കുടുംബവും നടത്തുന്നത്. അത്തരത്തിലുള്ള ആക്ഷേപവുമാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയാത്ത സാഹചര്യമാണ്. മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ കുടുംബം ഉന്നയിക്കും, വരും ദിവസങ്ങളിൽ ഉന്നയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും IB ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ ദുരൂഹമായി തന്നെ തുടരുന്നു. ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പക്ഷേ അതിൽ ലൈംഗിക അതിക്രമം നടന്നിട്ടില്ല എന്ന് സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ജോലിയിൽ അവസരം ഉറപ്പാക്കാൻ സമരം ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ പരിശ്രമം നടത്തുകയാണ് പാലക്കാട് ജില്ലയിലെ LPSA റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ. ജില്ലയിലെ ഓരോ പ്രദേശങ്ങളിലും വീടുകൾ കയറിയിറങ്ങി കുട്ടികളെ സർക്കാർ വിദ്യാലയത്തിൽ ചേർക്കണമെന്ന് ആണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ നമ്മുടെ LP സ്കൂള്, അപ്പൊ അവിടെ നിന്ന് വരികയാണേ. അപ്പൊ 1ാം ക്ലാസ്സിലേക്ക് കുട്ടി എന്തായാലും അവിടെ തന്നെ ചേർത്താൻ പറയും. അവിടെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒക്കെ ഉണ്ടല്ലോ. പിന്നെ 1ാം ക്ലാസ്സിലേക്ക് ചേരുന്ന കുട്ടികൾക്ക് സൈക്കിളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തുള്ള സ്കൂളും അല്ലേ, ഗവൺമെന്റ് സ്കൂളും അല്ലേ. സ്കൂളിൽ ചേർത്തിയോ? എങ്ങനെ സ്കൂൾ
ഞങ്ങള് പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കാനുള്ള ഗവൺമെന്റ് സ്കൂളിലേക്ക് വീണ്ടും ഒരു അധ്യയന വർഷം കൂടി എത്തുമ്പോൾ കുട്ടികളെ സർക്കാർ വിദ്യാലയത്തിൽ തന്നെ വിടണമെന്ന് വീടുകൾ കയറിയിറങ്ങി അഭ്യർത്ഥിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ ഒരു കൂട്ടം LPSA റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ. കുട്ടികൾ കുറയുമ്പോൾ ഡിവിഷനുകൾ ഇല്ലാതാവുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഉദ്യോഗാർത്ഥികൾ വ്യത്യസ്തമായ ആശയം നടപ്പാക്കുന്നത്. ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ധാരാളമായിട്ട് വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് പല അധ്യാപക തസ്തികകളും നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള തസ്തികൾ പോലെയല്ല നമ്മുടെ അധ്യാപക തസ്തിക, കുട്ടികളുണ്ടെങ്കിലേ അധ്യാപകരുള്ളൂ. അപ്പോൾ ഈ ഒരു കാരണം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള LPSA ലിസ്റ്റിൽ വെറും 50% താഴെ അഡ്വൈസ് മെമ്മോ നൽകിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 50% ആൾക്കാർ ഇപ്പോഴും പുറത്താണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഞങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനായിട്ട് ഈ ഒരു സ്കൂൾ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ക്യാമ്പയിനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. 3 വർഷമാണ് LPSA ലിസ്റ്റിന്റെ കാലാവധി. 2022 വന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട പകുതി ആളുകൾക്ക് പോലും ജോലി കിട്ടിയിട്ടില്ലെന്ന് വിവരാവകാശ പ്രകാരം ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് സംഘത്തിലെ ഉദ്യോഗാർത്ഥികൾ. 2 മാസത്തിനുള്ളിൽ അന്തിമ പട്ടിക വരും. മുൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുണ്ടായ ദുരനുഭവം തങ്ങളും നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ സ്വന്തം നിലയിൽ കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ഡിവിഷൻ നമ്മൾക്ക് ചേർത്താൻ കഴിയുമെങ്കിൽ അത്രയും ചേർത്തുക, പൊതുബോധം ഉണ്ടാക്കുക, ജനങ്ങളിൽ പൊതുവിദ്യാലയങ്ങളുടെ മേന്മകൾ എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നൽകുന്ന സന്ദേശങ്ങൾ. അപ്പോൾ ഇത് ജനങ്ങളിൽ എത്തിക്കാനും കൂടി വേണ്ടിയാണ് നമ്മളിങ്ങനൊരു ക്യാമ്പയിനിങ് നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് നമ്മുടെ കൂട്ടായ്മ അവർക്ക് വേണ്ട എല്ലാതര സഹായങ്ങളും നൽകുന്നുണ്ട്. അതുപോലെ അധ്യാപകരിൽ നിന്ന് നമുക്ക് നല്ല ഒരു ഇമ്പാക്റ്റാണ് കിട്ടുന്നത്. LPSA തസ്തികയിൽ ഒഴിവുകൾ നികത്തണമെങ്കിൽ സർക്കാർ സ്കൂളുകളിലേക്ക് ധാരാളം വിദ്യാർത്ഥികൾ എത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘങ്ങളായി ചെന്ന് പരമാവധി രക്ഷകർത്താക്കളെ നേരിൽ കാണുകയാണ് ഇവർ. ജനം, പാലക്കാട്. കേരള സർവകലാശാലയിലെ SFI KSU സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന 200ഓളം പേർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയാഹ്ലാദത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. അഖിൽ പാലോട്ടുമടം ചേരുന്ന വിവരങ്ങളുമായി. അഖിൽ, 200ഓളം പേർക്കെതിരെയുള്ള കേസ്, വിവരങ്ങൾ എന്താണ്? ദിവസമാണ് കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയനും സെനറ്റിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KSU SFI പ്രവർത്തകർ തമ്മിൽ വലിയ തോതിലുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ആ സംഘർഷത്തിൽ KSU പ്രവർത്തകർക്കും SFI പ്രവർത്തകർക്കും എല്ലാം തന്നെ പരിക്കേറ്റിരുന്നു, പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വയമേധ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 200ഓളം പേർക്കെതിരെയാണ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് KSU പ്രവർത്തകർക്കെതിരെയും ഒന്ന് SFI പ്രവർത്തകർക്കെതിരെയുമായിട്ടാണ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ആരും തന്നെ അക്രമത്തിൽ പരിക്കേറ്റ SFI പ്രവർത്തകരോ KSU പ്രവർത്തകരോ പോലീസ് ഉദ്യോഗസ്ഥരോ ആരും തന്നെ പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് സ്വയമേധയാണ് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യം എന്ന വകുപ്പുകൾ ചേർത്താണ്, അത് സംഘം ചേരുക, സംഘർഷം തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് മാത്രമാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ KSU ആരോപിക്കുന്നത് പോലീസിന്റെ ഒത്താശയോടുകൂടി തന്നെ SFI പ്രവർത്തകർ വ്യാപകമായ സംഘർഷത്തിന് നേതൃത്വം നൽകി എന്നതായിരുന്നു KSU പ്രവർത്തകർ ആരോപിച്ചത്. ഇത് ആരോപിച്ച് DGP അടക്കം പരാതി നൽകുമെന്ന് KSU നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരാതി ഉണ്ടാകുന്ന എങ്കിൽ വകുപ്പുകൾ മാറ്റി ചുമത്താനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ 200ഓളം പേർക്ക് കണ്ടാലറിയാവുന്ന 200ഓളം പേർക്ക്, അതായത് നേതൃത്വം അടക്കമുള്ള, അതായത് SFIയുടെയും KSUവിന്റെയും സംസ്ഥാന ജില്ലാ നേതൃത്വത്തിലെ ഭാരവാഹികളെ പ്രവർത്തകരായിരുന്നു, അവരടക്കം 200ഓളം പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി. ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം തുടരുകയാണല്ലോ. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സാംസ്കാരിക പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന പൗരസാഗരം നാളെയാണിത്. കേരളം ആശമാരോടൊപ്പം എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സാഗരത്തിൽ രാഷ്ട്രീയ, സാംസ്കാരിക, ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ അണിനിരക്കും. ആശാസമരം 2 മാസം പിന്നിടുന്ന സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കുന്നത്. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, സമരം ആശമാർ ശക്തമാക്കുന്നു, നിരാഹാര സമരമടക്കം നടത്തുന്നു, വിവിധ തലത്തിൽ ചർച്ചകൾക്ക് സന്നദ്ധരാകുന്നു. ഒരു സമൂഹം ഒന്നാകെ അവർക്ക്
പിന്തുണയുമായി നിൽക്കുകയും ചെയ്യുന്നു. അപ്പോഴും നമുക്കറിയാം സർക്കാർ കടുംപിടുത്തം സ്വീകരിച്ചു പോരുന്നത്. ഇതിപ്പോൾ നാളെ ഈ അവിടെയും ഇവിടെയും ഇരുന്നുള്ള അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെയുള്ള സപ്പോർട്ട്, പിന്തുണ എന്നുള്ളതല്ലാതെ ഒന്നിച്ചു ചേരുന്നുണ്ട്, ഞങ്ങൾ അവർക്ക് പിന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗരസാഗരം നടക്കാൻ പോകുന്നത്. എന്താണ് അവർ പറയുന്നത്? വീണ, സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരം അത് ഏതാണ്ട് 2 മാസം ആകുന്നു. അവരുടെ നിരാഹാര സമരം ഇന്ന് ആരംഭിച്ചിട്ട് 23ാമത്തെ ദിവസമാണ്. രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് ഇന്ന് 61ാമത്തെ ദിവസമാണ്. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ സമരത്തിന്റെ പിന്തുണ ഏറി വരികയാണ്. സർക്കാർ പലതവണയും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു, പക്ഷേ അതിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ളൊരു തീരുമാനവും ആയിട്ടില്ല. ഏതായാലും ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും പെൻഷൻ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇതിലൊക്കെ തന്നെ അന്തിമ തീരുമാനമാകുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഈ ആശമാർ ഉള്ളത്. നാളെ നിരവധി ആളുകൾ ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചെത്തുന്നുണ്ട് എന്ന് പറയുന്നു. എന്താണ് അതിന്റെ ഒരു വിവരം? എല്ലാവരും അവരവരുടെ കുടുംബക്കാരും എല്ലാവരുമായിട്ട് ഇവിടെ സംഗമിക്കുന്നുണ്ട് നാളെ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നു, ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഞങ്ങളിത് സാധിച്ചിട്ടേ സമരത്തിൽ നിന്ന് പിന്മാറുള്ളൂ. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. സർക്കാർ ഇതുവരെയും അതിലൊരു നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കാത്ത ഒരു സമീപനം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് മാത്രം പോരല്ലോ. പല ആശമാരും ഞങ്ങളെല്ലാം ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബം പോറ്റാൻ ഞങ്ങൾക്ക് ഈ ഒരു വാക്ക് പോരാ, പണം തന്നെ വേണം ഇന്ന് ജീവിക്കണമെങ്കിൽ. അപ്പം നമ്മൾ അതിന് മുന്നോട്ട് തന്നെ പോകും. അതാണ് ഞങ്ങളുടെ ദൃഢനിശ്ചയം. വിജയം കണ്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുള്ളൂ. വളരെ ഉറച്ച തീരുമാനം തന്നെയാണ്. വിജയം കാണാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളതാണ് ആശമാർ പറയുന്ന ഒരു കാര്യം. ഈ സമരം ഇപ്പോൾ 1-2 ദിവസമല്ല, 61 ദിവസങ്ങളിലേക്ക് എത്തുന്നു. നാളെ കൂടുതൽ ആളുകൾ വിവിധ മേഖലകളിൽ നിന്നുള്ള രാഷ്ട്രീയ, സാംസ്കാരിക, ചലച്ചിത്ര മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ ഉൾപ്പെടെ ഈ സമരത്തിന് പിന്തുണ നൽകാൻ ഈ സമരപന്തലിലേക്ക് എത്തും. ഓണറേറിയത്തിനുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഈ ആവശ്യങ്ങളാണ് ആശമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവരുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത്. പലതവണ ചർച്ചയ്ക്ക് വിളിക്കുന്നു, പക്ഷേ ആ ചർച്ചയിലൊന്നും തന്നെ തീരുമാനമായിട്ടില്ല. മാത്രമല്ല അവരെ നിരന്തരം അവഹേളിക്കുന്ന സമീപനം പല CPM നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുമുണ്ട്. ഏതായാലും സമരം വളരെ ശക്തമായി തന്നെ സെക്രട്ടേറിയറ്റ് മുന്നിൽ തുടരുകയാണ്. നാളെ വിവിധ മേഖലകളിൽ നിന്നുള്ള കൂടുതൽ പേർ സമരത്തിന് പിന്തുണ നൽകാനെത്തും. വീണ. ഓക്കെ, ശരി രശ്മി. പക്ഷിപ്പനിയെ തുടർന്ന് താറാവുകളെ കൊന്നൊടുക്കിയതിൽ നഷ്ടപരിഹാര തുക സർക്കാർ പൂർണ്ണമായും നൽകാത്തതിൽ പ്രതിസന്ധിയിലാണ് കുട്ടനാട്ടിലെ താറാവ് കർഷകർ. നൽകാമെന്ന് പറഞ്ഞതിനേക്കാൾ 12% തുക കുറവാണ് ലഭിച്ചതെന്ന് കർഷകർ പറയുന്നു. വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകാത്തതിനാൽ സമരത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് താറാവ് കർഷകർ. 2014 മുതൽ പക്ഷിപ്പനിയെ തുടർന്ന് കുട്ടനാട്ടിൽ താറാവുകളെ കൊന്നെടുക്കുമ്പോൾ കർഷകന് നഷ്ടപരിഹാരമായി സർക്കാർ ഒരു തുക നിശ്ചയിച്ചിരുന്നു. 60 ദിവസത്തിന് മുകളിൽ പ്രായമുള്ള താറാവുകൾക്ക് 200 രൂപയും 60 ദിവസത്തിന് താഴെയുള്ളവയ്ക്ക് 100 രൂപയുമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. 10 വർഷത്തിനിപ്പുറവും ഇതിൽ നിന്നും 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. പകരം ഇത്തവണ കുറയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ പക്ഷിപ്പനിക്കാലത്ത് കൊന്നൊടുക്കിയ താറാവുകളുടെ നഷ്ടപരിഹാര തുക ഫെബ്രുവരിയിൽ കർഷകരുടെ അക്കൗണ്ടിലെത്തിയപ്പോൾ 12% കുറവ്. ആ ഒരു താറാവിന് 100 രൂപ കൊടുക്കേണ്ടി വരുമ്പോൾ ആ 12 രൂപ കുറച്ചാണ് കൊടുക്കുന്നത്. 100 രൂപയ്ക്ക് 12 കുറച്ച്. അപ്പോൾ ഒരു വലിയ എമൗണ്ടാണ് പാവപ്പെട്ട താറാവ് കർഷകരെ സംബന്ധിച്ച് പിടിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മാർച്ച് മാസത്തിന് മുമ്പ് ആ 12% പിടിച്ചു വെച്ച തുക കൊടുക്കാമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടും ഇപ്പോൾ അവർ യാതൊന്നും ഒരു നിലപാടും സ്വീകരിക്കാതെ പാവപ്പെട്ട കർഷകരെ വീണ്ടും വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 ഏപ്രിലിൽ പക്ഷിപ്പനിയെ തുടർന്ന് താറാവ് വളർത്തലിന് സ്വാഭാവിക നിയന്ത്രണവും തുടർന്ന് 6 മാസം കൂടി നിരോധനവും വന്നതോടെ കഴിഞ്ഞ ഈസ്റ്റർ മുതൽ 7 സീസണാണ് കർഷകർക്ക് നഷ്ടമായത്. പക്ഷിപ്പനിയെ തുടർന്നുള്ള നിരോധനം, ആ നിരോധന കാലഘട്ടത്തിൽ നമുക്ക് താറാവ് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ കഴിയില്ലായിരുന്നു. മുട്ടയുടെയും അതുപോലെ മാംസത്തിൻ്റെ വ്യാപാരം പറ്റത്തില്ലായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വളരെ വല്ലാത്ത ഗതികേടിലായിരുന്നു കർഷകർ. നിരോധനം നീങ്ങിയ ശേഷം വളർത്താൻ തുടങ്ങിയ താറാവുകൾക്ക് 2 മാസം കഴിഞ്ഞു. എന്നാൽ 24 ദിവസത്തിനുള്ളിൽ താറാവിന് നൽകേണ്ട വാക്സിനുകളും സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. നഷ്ടപരിഹാര തുകയും വാക്സിനുകളും എത്രയും പെട്ടെന്ന് നൽകിയില്ലെങ്കിൽ
അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് താറാവ് കർഷകരുടെ തീരുമാനം. അപ്പോൾ പൊതു മാർക്കറ്റിൽ നിന്ന് ലഭിക്കാൻ കഴിയാത്ത ഈ വാക്സിൻ ഗവൺമെൻറ് വിതരണം ചെയ്തെങ്കിൽ മാത്രമേ കർഷകർക്ക് കിട്ടുകയുള്ളൂ എന്ന് മാത്രമല്ല, ഈ വാക്സിൻ കൊടുത്തില്ലെങ്കിൽ പക്ഷിപ്പനിയേക്കാൾ ഭീകരമായി ഇത് ചത്തൊടുങ്ങുന്ന അവസ്ഥയാണ്. കോമ്പൻസേഷൻ ഒട്ട് കിട്ടത്തുമില്ല. ഈ മേഖല വല്ലാത്ത ഒരു ദുരന്തത്തെയായിരിക്കും വരാൻ പോകുന്ന നാളുകളിൽ നേരിടാൻ പോകുന്നത്. അത് വളരെ അടിയന്തരമായി ഏറ്റവും വേഗം യുദ്ധകാലാടിസ്ഥാനത്തിൽ വാക്സിൻ വിതരണം ചെയ്യണം. അതുപോലെ 12% തുക അടിയന്തരമായി കൊടുത്ത് ഈ പാവപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലെങ്കിൽ നിരാഹാര സമരം അടക്കമുള്ള സമര മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും എന്നാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ജനം, ആലപ്പുഴ. കേരളത്തിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വിതരണം ചെയ്യുന്നുവെന്ന് ദേശീയ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ കണ്ടെത്തിയിട്ടും പരിശോധനകൾ കർശനമാക്കാതെ ആരോഗ്യവകുപ്പ്. ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയ 56 ബാച്ചുകളിൽ 21 ബാച്ചുകൾ കേരളത്തിൽ നിന്നായിരുന്നു. രശ്മി കാർത്തിക ചേരുന്നത് വിവരങ്ങളുമായി. രശ്മി, അത് വളരെ ഗുരുതരമായൊരു സാഹചര്യം കൂടിയാണ്. ഇത് 21 ബാച്ചുകൾ ഗുണനിലവാരമില്ല എന്ന് കണ്ടെത്തിയതിനു ശേഷവും ഈ വിഷയത്തിൽ പരിശോധനകളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നില്ല എന്നാണോ? ഈ സംസ്ഥാനത്തെ മരുന്നുകളുടെ കാര്യം നമ്മൾ പലതവണ വാർത്ത നൽകിയിട്ടുള്ളതാണ്. കേരളത്തിൽ വിതരണം ചെയ്യുന്ന ഭൂരിഭാഗം മരുന്നുകളും ഗുണനിലവാര പരിശോധന നടത്താതെയാണ് ആളുകളിലേക്ക് എത്തുന്നത്. വ്യാപകമായി മരുന്ന് വിതരണം ചെയ്ത് അത് ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ പരാതി കൊടുക്കുമ്പോഴാണ് അത് പിന്നീട് അതിന്റെ സാമ്പിൾ പരിശോധിക്കുന്നതും അത് ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തി പിന്നീട് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നതും. അപ്പോൾ ഈ സ്റ്റോപ്പ് മെമ്മോ നൽകുമ്പോഴേക്കും അത് വ്യാപകമായി വിതരണം ചെയ്ത് കഴിഞ്ഞപ്പെട്ട് ഒരുപാട് പേർക്ക് അത് നൽകിയിട്ടുണ്ടാവും. അതിനിടയിൽ തന്നെ അത്തരത്തിലുള്ളൊരു ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇപ്പോൾ ദേശീയ ഡ്രഗ്സിന്റെ ഓർഗനൈസേഷനും, അതായത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും ഇപ്പോൾ അടുത്തിടെ ഒരു പരിശോധന നടത്തിയിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സാമ്പിളുകൾ അടക്കം ശേഖരിച്ചിരുന്നു. ഇതിൽ ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിരിക്കുന്നത് 56 ബാച്ച് മരുന്നുകളാണ്. ഇതിൽ 21 ബാച്ച് മരുന്നുകളും ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഒരു ഞെട്ടിക്കുന്ന കാര്യം. അത് KMCയിലാണ് ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ തന്നെ സംസ്ഥാനത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മൂത്രസംബന്ധമായ രോഗങ്ങൾക്കുള്ള ചില മരുന്നുകൾ, ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ, ക്യാൻസർ ചികിത്സയ്ക്കുള്ള ചില മരുന്നുകൾ, ഇതൊക്കെ തന്നെയാണ് ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷവും അത്തരത്തിലൊരു പരിശോധന നടത്തി വ്യാപകമായി ഗുണനിലവാരമില്ല എന്ന് ഓർഗനൈസേഷൻ പറഞ്ഞതിനു ശേഷവും, ഒരു നിർദ്ദേശം നൽകിയതിനു ശേഷവും ഇപ്പോഴും സംസ്ഥാനത്ത് ആ പരിശോധനകൾ കാര്യക്ഷമമല്ല എന്നുള്ളതാണ്. ഈ മരുന്നുകൾ അത് കൃത്യമായി പരിശോധിക്കാതെ ആളുകളിലേക്ക് എത്തുന്നത് ആന്റിബയോട്ടിക്കുകളുടെയൊക്കെ അമിതമായ ഉപയോഗം കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ശരീരത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മറ്റ് പല അസുഖങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. ഇത് കൃത്യമായി പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ വിതരണം ചെയ്യാവൂ എന്നുള്ള ഒരു നിയമം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ നിയമത്തിൻ്റെ ഒക്കെ നഗ്നമായ ലംഘനമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഈ മരുന്നുകൾ പരിശോധന നടത്താതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് വ്യാപകമായി വിതരണം ചെയ്ത് ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും എന്തെങ്കിലും തരത്തിലൊരു പരാതി കിട്ടുന്നത്. അപ്പോഴായിരിക്കും ഇതിൻ്റെ പരിശോധന, ഇതിൻ്റെ വിതരണം നിർത്തിവെച്ച് പരിശോധന നടത്തുന്നത്. ഏതായാലും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നേ മതിയാകൂ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടും മുന്നറിയിപ്പ് നൽകിയിട്ടും സംസ്ഥാനം അതിൽ വീഴ്ച വരുത്തുകയാണ്. വീണ. ഓക്കെ, ശരി രശ്മി. എന്തായാലും ഈ റിപ്പോർട്ടോടുകൂടി പുത്തൻപുലരിയുടെ സമയം പൂർണ്ണമാവുകയാണ്. പക്ഷെ നമുക്കറിയാം വാർത്തകൾ അവസാനിക്കുന്നില്ല. ഒട്ടേറെ വാർത്തകൾ പുതുതായി വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലതൊക്കെ ബ്രേക്കിംഗ് ന്യൂസായി നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുമുണ്ടാകും. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ ഇനിയും പോകണം. ജനം TVക്കൊപ്പം തുടരുക. ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സിലേക്ക് കടക്കാം. നമസ്തേ.